ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ഈ സൂമിൽ കൂടെ ദൈവവചനവും സാക്ഷികളും ശ്രവിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും ഒരു മാറ്റത്തെ കൊടുത്ത് സുവിശേഷ വേലയിൽ ഏതെങ്കിലും ഒരു നിലയിൽ പങ്കാളികളായി തീരുവാനുള്ള ഒരു ദാഹവും ഒരു പ്രതിഷ്ഠയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ധ്യാനത്തിന് വേണ്ടി വായിക്കാനായിട്ട് നമുക്ക് വേദഭാഗം എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വചനം നമുക്ക് വായിക്കാം. ഒരാൾക്ക് വായിക്കാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശുവിന്റെ ഭൂമിയിൽ ഉള്ള ജനനത്തിന്റെ സമയത്ത് സ്വർഗത്തിൽ ദൈവത്തിന്റെ മുഖം സദാ ദർശിച്ചു കൊണ്ടുനിന്ന ദൂതന്മാർ, അതിലൊരു ദൂതൻ പെട്ടെന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നു. ആട്ടിടയന്മാരുടെ മുമ്പിൽ അവരെല്ലാം ഭയപരവശരായി തീർന്നു. എന്തൊരു കാഴ്ച! ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഈ ഭാഗം നമ്മൾ സാധാരണ വായിക്കുന്നത് ഒന്നുകിൽ ക്രിസ്മസിന്റെ രാത്രിയായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്മസിന്റെ പകലായിരിക്കും. പിന്നെ മടക്കി വെച്ചാൽ അടുത്ത ഈ ഭാഗം തുറക്കുന്നത് അടുത്ത ക്രിസ്മസിനാണ്. ഇത് ക്രിസ്മസ് രാത്രിയല്ല, ഇനിയും ഒക്ടോബർ 1 ഉള്ളൂ, ഇനിയും പല നാളുകളും. പക്ഷെ ഇതിൽ ഈ ഭാഗത്തിൽ ദൂതൻ പറയുന്നതിൽ ദൈവത്തിന്റെ ഉദ്ദേശം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു മുഖ്യമായ ഭാഗമാണ് ഈ ഭാഗം. സർവലോകത്തിനും സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. യേശു ലോകത്തിൽ ജനിച്ചതിനാൽ സർവജനത്തിനും സന്തോഷമല്ല, മഹാസന്തോഷം ലഭിക്കണം. ഇതാണ് ദൈവത്തിന്റെ തിരുവചനം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പുത്രൻ കാൽവരിയിൽ ബലിയായി തീർന്നതും ആ ബലിയായി തീർന്നത് കൊണ്ട് സർവജനത്തിനും മഹാസന്തോഷമുണ്ടാകും. യേശുവിന്റെ ജീവിതകാലത്ത് യേശു എന്തിന് ലോകത്തിൽ വന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി യേശു തന്നെ പറഞ്ഞ ഒരു വേദഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ാം വചനം വായിക്കാം. തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. 3:16 കൊച്ചു പിള്ളേര് സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴേ കാണാപ്പാടമാണ്. അതിന്റെ അടുത്ത വചനം 17 തൊട്ടടുത്ത വചനമാണ്. ഈ രണ്ടും കൂടെ ചേർന്നാണ് ഒരു ഫുൾ വചനമായി പോകും. അതിൽ യേശു നിക്കോദിമോസിനോട് പറയുമ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടും. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആണികൾ പോലെ എഴുതുന്നതായി പതിക്കണം. ദൈവത്തിന്റെ ആഗ്രഹം മുഴുവൻ ലോകവും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതിനുള്ള വില മൊത്തം യേശു കെട്ടിവെച്ചു. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ സന്ദേശം നിങ്ങൾ കടന്നുപോയി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിപ്പീൻ എന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്തിന്റെ തെക്കുഭാഗത്ത് വെള്ളാറ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ച് വളരപ്പെട്ട നാടുകളിൽ അവിടുത്തെ ഗ്രാമങ്ങളിൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, ബസ് ഓട്ടമില്ല, പിന്നെ ആളുകൾ
ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത് നടന്ന് യാത്രയാണ്. സൈക്കിൾ ആർക്കും, എന്റെ അറിവൊന്നും ശരിയെങ്കിൽ ഒരാളിന് സൈക്കിൾ ഉണ്ടായിരുന്നു. ചെരുപ്പാരും ഉപയോഗിക്കാറില്ല. ഇങ്ങനെയുള്ള റിമോട്ട് ഏരിയയാണ്. ചെറിയ ചെറിയ കുടിലുകളിൽ, വീടുകളിൽ ഓലകൾ കൊണ്ടുള്ളതായ വീടുകൾ, അത് മൺചുവരുകളായിരിക്കും. കീഴയും മണ്ണ് കൊണ്ട് ചാണകം കൊണ്ട് മെഴുകിയ വീടുകളായിരിക്കും. എന്റെ വീടും അത്തരത്തിലുള്ള ഒരു വീടായിരുന്നു. ഞങ്ങൾ 5 മക്കളാണ് ഞങ്ങളുടെ പിതാവ്. അതിൽ മൂത്ത പൈതൽ 12ാമത്തെ വയസ്സിൽ മരിച്ചു. അന്ന് തന്നെ 8 വയസ്സുള്ള വേറൊരു പൈതൽ മരിച്ചു. 2 മക്കൾ ഒരു ദിവസം. കുറച്ചു കഴിഞ്ഞപ്പോൾ 6 വയസ്സ് പ്രായമുള്ള അടുത്തൊരു പൈതൽ മരിച്ചു. 3 മരണം ഒരേ വീട്ടിൽ. അടുത്ത് എന്റെ ജ്യേഷ്ഠൻ, അടുത്ത് ഞാൻ എന്റെ അപ്പനെ പോലെയാണ്, എന്റെ ജ്യേഷ്ഠൻ അമ്മയെ പോലെ. ഇതുകൊണ്ട് ഞങ്ങളെ ഈ 3 പിള്ളേർ മരിച്ചത് കൊണ്ട് ഞങ്ങളെ വീട് വിട്ട് ഒരിടത്തും അയക്കാറില്ല. എന്റെ ഓർമ്മ ശരിയെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അപ്പനെ വീട്ടിൽ പിരിഞ്ഞ് ഞങ്ങൾ വേറെ പോയി കിടന്നിട്ടുള്ളൂ. എവിടെയോ മീറ്റിങ്ങിന് പോയ സമയത്ത് ഞങ്ങളെ കണ്ടതിന് ശേഷം അപ്പ ഉറങ്ങാൻ പോകുന്നു. അങ്ങനെ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യം. എന്റെ ജീവിതത്തിൽ എനിക്ക് പല ആഗ്രഹങ്ങൾ ചെറുതിലുണ്ടായിരുന്നു. ധാരാളം പണം സമ്പാദിക്കണം എന്നുള്ളൊരാഗ്രഹം ഒരു സൈഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 10ൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാർ ഓട്ടിക്കാൻ പഠിക്കാനായിട്ടും 1964 അന്ന് അംബാസഡർ കാറില്ല, അതിനു മുമ്പുള്ള കാറാണ്. അതിന്റെ പേര് ലാൻഡ് മാസ്റ്റർ എന്ന് പറയും. അന്നൊരു കാർ വാങ്ങാൻ 16,000 രൂപ മതി. പെട്രോൾ കാറുകൾ, ഡീസൽ കാറുകളൊന്നും ഒന്നില്ല. അത് അന്ന് പെട്രോൾ 1,000 രൂപ വില. അപ്പോ എന്റെ മനസ്സിൽ ആഗ്രഹം ഒരു കാർ മേടിക്കണം. ഡ്രൈവിംഗ് പഠിച്ച് പാസ്സായി കാർ മേടിച്ച് ധാരാളം ഓട്ടിക്കണം. നല്ല കാശുണ്ടാകുമ്പോൾ ഒരു ലോറി മേടിക്കണം. അശോക ലേലൻഡ് ലോറി. അതിനന്ന് 50,000 രൂപയുള്ളൂ. എന്ത് പേര് ആ ലോറിക്ക് ഇടണം, അതെല്ലാം മനസ്സിൽ ഗോൾ സെറ്റ് ചെയ്തു. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി എന്നോട് പ്രവചിച്ചു, പൗലോസേ, നിന്റെ ഭാവിയെ കുറിച്ച് നീ പല കാര്യങ്ങൾ ചിന്തിക്കുന്നു. സത്യമാണ്. എന്നാൽ നിന്നെ കുറിച്ചുള്ള എന്റെ ആഗ്രഹം നീ എന്റെ വേലയ്ക്കായി ഇറങ്ങണം എന്നുള്ളത്. നിന്നെ പുലർത്തുവാൻ ഞാൻ മതിയായവനാണ്. ഇത് പറയുമ്പോൾ എന്റെ അന്തരാത്മാവിൽ അറിയാം ദൈവമാണ് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രാസംഗികർ വരുമ്പോൾ, പ്രവാചകർ വരുമ്പോൾ ദൈവമേ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം സംസാരിക്കും. അടുത്ത ചോദ്യം, ആ സംസാരിക്കുന്നത് ഗുണമോ ദോഷമോ ആയാൽ നമ്മൾ ചെയ്യുവാൻ തയ്യാറാണോ? അബ്രഹാമിനോട് ഒരേ ഒരു മകൻ ബലി കഴിക്കാൻ പറഞ്ഞു. ദൈവശബ്ദം കേട്ടു അബ്രഹാം ചെയ്തോ? ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരെ അല്ല നമുക്ക് ആവശ്യം. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആളുകളെയാണ് ഈ തലമുറയ്ക്ക് ആവശ്യം. അങ്ങനെയുള്ളവരാണ് ദൈവം തേടുന്നത്. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത് യഹോവയുടെ കണ്ണുകൾ എങ്ങും മൂടാടിക്കൊണ്ടിരിക്കും. സുവിശേഷ വേലയ്ക്ക് പോകാൻ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു. ഉന്നതമായ വിദ്യാഭ്യാസങ്ങളോ മറ്റ് പണസമ്പാദ്യ മാർഗങ്ങളെ എല്ലാം വിട്ടിട്ട് ദൈവ വിളിക്ക് ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തു. OM, ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയെ അന്ന് തിരുവനന്തപുരത്തായിരുന്നു അവിടെ ഓഫീസ്. അവിടെ പോയി കണ്ട് ആപ്ലിക്കേഷൻ മേടിച്ചു, പോകാൻ തീരുമാനിച്ചു. എന്ന് ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞു, അപ്പാ ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിക്കുകയാണ്. അപ്പം പറഞ്ഞു, മോനെ നല്ല കാര്യം, പക്ഷേ എനിക്കെന്ന് ഒരാഗ്രഹമുള്ള അപ്പനെന്ന നിലയിൽ ഞാൻ വളരെ വൃദ്ധനായി. എന്ന് മരിക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ 3 മക്കളും മരിച്ചു. ആ വേദന എന്റെ മനസ്സിൽ നിന്ന് ഇന്ന് വരെ പോയിട്ട്. എന്റെ മരണശേഷം നീ പോകും, ഞാൻ മരിക്കുമ്പോൾ നിന്റെ കൈകൊണ്ട് അവസാനത്തെ വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്ത് ചെയ്യാറുണ്ട്? അപ്പന്റെ വാക്കിനെ മീറിപ്പോയാൽ ഞാൻ ജനിച്ച വീട് എനിക്ക് അതിന് തുറക്കും. 2, എനിക്ക് വരേണ്ട ജന്മഭൂമി, സ്വത്ത്, നിലങ്ങൾ, പുരയിടങ്ങൾ
ഏതും അപ്പ എനിക്ക് തരും. ഇതെല്ലാം എനിക്കറിയാം. എന്നാലും ദൈവത്തെ കീഴ്പിടിയുവാൻ അന്ന് ഒരു ചെറിയ ട്രങ്ക് പെട്ടി 4 രൂപയാണ് ട്രങ്ക് പെട്ടി. വലിയ ട്രങ്ക് പെട്ടി 7 രൂപ മിലിറ്ററിക്കാർ കൊണ്ടുപോകാൻ പറ്റി. ഒരു 4 രൂപയ്ക്ക് പെട്ടി വാങ്ങിച്ചു. എന്റെ തുണികൾ സാമാനങ്ങൾ എല്ലാം അതിനകത്ത് വെച്ചു. പോകാനായിട്ട് റെഡിയായി. അപ്പൻ വീട്ടിലില്ലാത്ത സമയത്ത് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു ദിവസം അപ്പൻ വീട്ടിലില്ല. അമ്മയോട് പറഞ്ഞിട്ട് പെട്ടിയുമായി ഞാൻ പോയി. അമ്മ പറയണ്ടേ, അപ്പനോട് പറയാതെ പോയാൽ ആകെ ബഹളം ഉണ്ടാകും. അപ്പനോട് പറഞ്ഞിട്ടേ പോകാമെന്ന് പറഞ്ഞു. അപ്പനോട് പറഞ്ഞാൽ എന്നെ വിടത്തുമില്ല. അപ്പനോട് നേരത്തെ പറഞ്ഞു, നീ പോകുന്നത് ഞാൻ കണ്ടാൽ കിണറ്റ് കയറെടുത്ത് നിന്റെ കൈകളെ വീട്ടിന്റെ തൂണിൽ കെട്ടിവെച്ച് തോല് കീറുന്നവരെ അടിച്ചൂടാന്ന് പറഞ്ഞു. അപ്പന്റെ അടി എനിക്ക് ഭയങ്കര പേടിയാണ്. അന്ന് ഇന്നത്തെ പോലെ പൈപ്പുകളൊന്നുമില്ല. അന്ന് കിണറ്റിൽ പാള കൊണ്ടോ വാളി കൊണ്ടോ വെള്ളം കോരുക, അതിന് കയർ വേണം. എന്റെ പ്രാർത്ഥന ഞാൻ പോകുന്നത് അപ്പൻ കാണരുതെന്നുള്ളതാണ്. അപ്പൻ വീട്ടിലില്ലാത്തൊരു ദിവസം എന്റെ പെട്ടിക്കകത്ത് എല്ലാം വെച്ചിട്ട് സാവകാശത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞ റോട്ടിലേക്ക് ഇറങ്ങി. ബസ്സിന്റെ സൗണ്ട് കേട്ടു. ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അവരെ കൈ കാണിച്ചു, ബസ് നിർത്തി. എന്റെ ഈ ട്രങ്ക് പെട്ടി ഉള്ളത് കൊണ്ട് അവസാനം ബസ്സിൽ കയറാൻ ഞാൻ തീരുമാനിച്ചു. മുമ്പിൽ നിന്നവരെല്ലാം ബസ്സിൽ കയറി. അവസാനം ഞാൻ പിറകുവശത്തുകൂടെ ആ ട്രങ്ക് പെട്ടി എടുത്ത് ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് തൂക്കി മുന്നോട്ട് കയറാനായിട്ട് പോയി. എന്റെ പുറകുവശത്ത് ആരെ തട്ടുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കി. എന്റെ അപ്പന് പറയുക. ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പ എവിടെ പോകുന്നു? എടാ നീ എവിടെ പോകുന്നു? ഞാൻ അപ്പൊ ഞാൻ രാജസ്ഥാനിൽ പോകുന്നു. ഞാൻ കൂടെ വരാം. അധികം പറയാൻ സമയമില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ബസ്സിനകത്ത് കയറി. അതേ ബസ്സിൽ അപ്പനും കമ്പി പിടിച്ച് അകത്ത് കയറി. ആ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ്. ഞങ്ങൾ അറിയുന്ന ആളുകൾ പലരും അങ്ങനെ തിരിപ്പുണ്ട്. എന്ത് ചെയ്യും? ഞങ്ങൾ അറിയുന്ന പല ആൾക്കാർ ഇപ്പോഴുകൊണ്ട് ഒരേ നാണം. എന്തായാലും ആ ട്രങ്ക് പെട്ടിയും കൊണ്ട് നേരെ നടന്ന ഫ്രണ്ടിൽ ഡ്രൈവറുടെ അടുക്കലേക്ക് ഞാൻ ഡ്രൈവറുടെ അടുക്കൽ കണ്ടക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ ഒരു ടിക്കറ്റ് ഞാൻ മേടിച്ചു. എനിക്ക് വേണ്ടി, എന്റെ ഗ്രാമത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വേണ്ടി. കുറെ കഴിഞ്ഞതും കണ്ടക്ടർ എല്ലാരോടും ടിക്കറ്റ് മേടിച്ച് കീഴോ പുറകിൽ വന്നു. അപ്പൻ ഇരിക്കാൻ സീറ്റില്ലാതെ മുകളിലത്തെ പൈപ്പിൽ പിടിച്ച് തൂങ്ങി നിൽക്കുക. കണ്ടക്ടർ ചോദിച്ചു, പോറ്റിക്ക് എവിടെ പോണം? എനിക്കറിയില്ല സാറേ. മോൻ അറിയാം, മുമ്പ് നിൽക്കുകയാണ്. അതൊക്കെ പറഞ്ഞാൽ മതി. കണ്ടക്ടർ അടുത്ത് നിൽക്കുക. ഈ ഉറച്ച് കത്തിയത് ഞാൻ കൂടെ കേൾക്കാൻ വേണ്ടിയാണ്. എന്റെ ഉള്ളിൽ കൂടെ കത്തി കുത്തുന്നത് പോലെ കയറിപ്പോവുകയാണ്. വാൾ കയറിപ്പോകുന്നത് പോലെ. ഞാൻ എന്റെ കാതിനെ അടച്ചുണ്ടെങ്കിൽ നിന്നു. കുറച്ചു കഴിയുമ്പോൾ കണ്ടക്ടർ ചോദിച്ചു, പോറ്റി ദയവ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യും, അല്ലാതെ ബസ് വിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇറങ്ങണം എന്ന് പറഞ്ഞത് കണ്ടക്ടറോട് എന്റെ പപ്പ ഇച്ചിരി ചൂടായി. അതെങ്ങനെ ഇറങ്ങാൻ പറയാം? അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് അത് ഇറക്കത്തേക്ക് വെക്കൊണ്ടിരിക്കുക. ഒറ്റ മണി അടിച്ചു. ഡ്രൈവർക്ക് എന്ത് നടക്കുന്നതെന്ന് അറിയില്ല. ഇന്നത്തെ ബസ്സിലെല്ലാം പവർ ബ്രേക്കാണ്. പതുക്കെ ചവിട്ടിയാൽ ബസ് നിൽക്കും. അന്നെല്ലാം പവർ ബ്രേക്ക് അല്ല, ഓയിൽ ബ്രേക്കാണ്. കയറി നിന്ന് ചവിട്ടിയപ്പോൾ ബസ് നിൽക്കില്ല. കീയൻ സൗണ്ട് കേൾക്കുകയോ. ഡ്രൈവർ ചവിട്ടി നിർത്തി. ഇരുന്നവരെല്ലാം ഒരു കുലുക്കം കുലുക്കും. അപ്പടി വെച്ചു, ഇറങ്ങത്തില്ലെന്ന് ചോദിച്ചു. ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. കമ്പിയിൽ പിടിച്ചിരുന്ന വിരലുകളെ ഒന്നൊന്നായി തുറന്ന് പ്രവേശിച്ച ഡോറിൽ കൂടെ പിടിച്ചൊരു തള്ള് ഉരുണ്ട് കീഴെ വിടുന്നു. ഞാൻ മുൻഭാഗത്ത് നിന്നും താർപ്പാൽ ചുരുട്ടി മേലെ വെച്ച് മഴ തഴിച്ചിടുന്ന താർപ്പാൽ അത് ചുരുട്ടി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ കൂടെ നോക്കി കാണുക. ഇന്നത്തെ പോലെ നല്ല നല്ല താർ റോഡല്ല, മെറ്റൽ റോഡാണ്. അപ്പോഴും ശരീരം മുറിഞ്ഞു കാണുമോ? സുഖമായി വീട്ടിൽ പോയി ചേർന്ന് കാണുമോ? അപ്പൊ മരിക്കുന്ന മുമ്പ് എനിക്കിനി കാണാനോ? അനേക ചോദ്യങ്ങൾ. കർത്താവിനോട് പൗലോസ് എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയെയോ
മകനെയോ മകളെയോ സ്വന്തം ജീവനെയോ സ്നേഹിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കും. എന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ മടക്കിക്കൊണ്ടു. ആ വിശ്വാസത്തിൽ നേരെ ബാംഗ്ലൂരിലേക്ക് കടന്നു. ദൈവം പറഞ്ഞതുപോലെ തന്നെ എന്റെ പിതാവിന്റെ മരണത്തിന് മുമ്പ് ഞാൻ മടങ്ങി വന്നു. പിതാവിനെ വീട്ടിൽ ചേർത്തു വന്നു. സ്വത്തുകളെല്ലാം വീതിച്ചപ്പോൾ നല്ലൊരു ഭാഗം എനിക്ക് തരാം പപ്പയ്ക്ക് ഇഷ്ടം തോന്നി. എന്റെ വിവാഹവും പപ്പ ചെയ്തു വെച്ച് എന്റെ മക്കളെയും കണ്ടിട്ടാണ് പിതാവ് മരിച്ചത്. ഇതെല്ലാം നമുക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചുകളാണ്. ഇതിനെല്ലാം നമ്മൾ ഓവർടേക്ക് ചെയ്യാം. ഞാൻ നേരെ ബാംഗ്ലൂരിലേക്ക് കടന്നു പോകും. ബാംഗ്ലൂരിൽ അവിടെ എന്നോട് കൂടെ പ്രവർത്തിച്ച 2-3 സഹോദരന്മാരുണ്ട്. അതിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ നല്ല സുവിശേഷ തൽപരനാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അന്ന് എറണാകുളം വരെ മീറ്റർ ഗേജാണ്, ചെറിയ ഗേജാണ്. അവിടെ പോയിട്ട് വേണം പിന്നെ ബ്രോഡ് ഗേജിൽ കയറി ലോങ് ജേണികളെല്ലാം പോകാനാണ്. അദ്ദേഹം ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് ടിക്കറ്റ് എടുത്താൽ ഇരിക്കാൻ സീറ്റുണ്ട്, വേണമെങ്കിൽ കിടക്കാം. ഇരിക്കുക കിടക്കേയില്ല. അതിനകത്തെല്ലാം യാത്ര ചെയ്ത് ട്രാക്കിൽ കൊടുക്കും, കൈയടിച്ച് പാട്ട് പാടി പ്രസംഗിക്കുകയും ചെയ്യും. അടുത്ത സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കമ്പാർട്ട്മെന്റ് പോയി കയറി ഇത് തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ ഈ സുവിശേഷ തീഷ്ണത എനിക്കൊരു ഉത്സാഹമായി. നിങ്ങൾ ഉത്സാഹമുള്ളവരോട് കൂടെ ചേരണം, മടിയന്മാരോട് കൂടെ ചേരാൻ നിങ്ങളും മടിയന്മാർ. ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് പഠനമുണ്ട്, ഒരു ബൈബിൾ സ്കൂൾ. രാവിലെ പിള്ളേർ എണീക്കുന്നത് പോലെ എണീക്കണം, പഠിക്കണം. 9 മണിക്ക് ക്ലാസ്, 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ 8 മണി വരെ ഞങ്ങൾക്ക് ടൈമുണ്ട്, ഫ്രീ ടൈം, ഞങ്ങളുടെ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട്. ഈ ബ്രദർ എന്നെ കൂട്ടിക്കൊണ്ട് കോക്സ് ടൗൺ എന്ന ഒരു സ്ഥലമുണ്ട് ബാംഗ്ലൂരിൽ. അവിടെ രാവിലെ കടന്നു പോകും. സൂര്യൻ ഉദിക്കും, മുഖം കാണാമെന്നാവുമ്പോഴത്തെ അവിടെ കൊണ്ടുപോകും. അദ്ദേഹത്തിന് 2-3 ഭാഷ അറിയാം, എനിക്കും മലയാളം മാത്രമേ അറിയാം. അവിടെ പോയിട്ട് നിന്ന് വിളിച്ച് പ്രസംഗിക്കും, വചനങ്ങൾ വിളിച്ച് പറയും, ലേഖകൾ കൊടുക്കും. ഒരു ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഒരു ബസ് പോയി കഴിഞ്ഞ ഉടനെ അടുത്ത ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അടുത്ത ബസ്സിൽ പിടിക്കാൻ വേണ്ടി. ആ ടൈം കൊണ്ട് ചുരുക്കമായ സമയങ്ങളിൽ വചനം പ്രസംഗിക്കും. ഇങ്ങനെ പതിവായി വരികയാണ്. എനിക്ക് വലിയ താല്പര്യം. എന്നാൽ ചില റൗഡികൾ ഇത് കണ്ട് ഇങ്ങനെ ഡെയിലി വന്ന് പ്രസംഗിക്കുന്ന ഈ ഗ്രൂപ്പിന് ഒരു വഴി പണ്ണണം എന്നവർ തീരുമാനിച്ചു. ഞങ്ങൾക്കറിയില്ല. ഒരു ദിവസം ഞങ്ങൾ രാവിലെ ഇതുപോലെ പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ ഒരു കൂട്ടം റൗഡികളും കോളേജ് സ്റ്റുഡൻസുകളും ഏതോ ശബ്ദം ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടക ഭാഷയിൽ. അത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അടുത്തു വന്നതും ആടി എന്ന് പറഞ്ഞാലും ഗംഭീരമായി ആടി ചുരുട്ടുകയാണ്, പുലിച്ചു വെച്ച് കൈകൊണ്ട് ഇടിക്കുകയാണ്, ചവിട്ടുകയാണ്. ഇതെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇത് ഞങ്ങൾക്ക് മനസ്സിലായി. അവർ കർണാടകയിൽ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ മനസ്സിലാവും ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്. ഞങ്ങൾ അവിടെയാണ് സാധാരണ വന്ന് ഈ കായ്കറികൾ മേടിക്കുക, വ്യഞ്ജന സാമാനങ്ങൾക്ക് മേടിക്കുന്ന ഒരു കട. അദ്ദേഹത്തിന് ഞങ്ങൾ നല്ല പരിചയമുണ്ട്. ഈ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം പോലീസിന് ഫോൺ ചെയ്തു. ഇതെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പെട്ടെന്ന് രണ്ട് പോലീസ് ഒരു ബൈക്കിൽ അവിടെ വന്നു. ഞങ്ങൾക്കൊരു ആശ്വാസമായി. ഏതായാലും ഇവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. വന്ന ആളുകൾ ഈ റൗഡികളെ കണ്ടപ്പോൾ പോലീസിന്റെ ഭയം റൗഡികൾ ഇവർ എന്ത് ചെയ്യൂ, അവരെ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. സംശയമാണെങ്കിൽ നിങ്ങളൊക്കെ ട്രൈ ചെയ്തു. അവിടുന്ന് 6 കിലോമീറ്റർ നടത്തി ഞങ്ങളെ അവിടെ നിന്നും മെജസ്റ്റിക് ഏരിയ കൊണ്ടുപോവുകയാണ്, ശിവാജി നഗർ വഴി. ഞങ്ങൾ ആ ഏരിയയെല്ലാം പുതുതാണ്. കെട്ടിടങ്ങളെയും റോഡുകളെയും ചെടികളെയും മരങ്ങളെയും എല്ലാം കണ്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചിന്ത തോന്നി. റോഡിന്റെ 2 സൈഡിലും ആളുകൾ സൈക്കിളിൽ പോകുന്നവരും ബൈക്കിൽ പോകുന്നവരൊക്കെ നിർത്തി, ഈ ചെറുപ്പക്കാർ എന്തിനു അറസ്റ്റ് ചെയ്തു, എന്താ ഇവർ ചെയ്ത കുറ്റം, ഇങ്ങനെ
ഞങ്ങളെല്ലാം ക്രിമിനലായി, കുറ്റക്കാരെ പോലെ അവരിങ്ങനെ നോക്കിയ. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, പൗലോസേ നമുക്കൊരു പാട്ടുപാടി പ്രസംഗം. ഇപ്പൊ പോലീസ് ഉള്ളത് കൊണ്ട് ഇവർ വഴക്കുണ്ടാക്കില്ല. അഥവാ വഴക്കുണ്ടാക്കില്ല അവരെ ചേർത്ത് അറസ്റ്റ് ചെയ്യും. പാട്ട് ആരംഭിച്ചു. റോഡിൽ പോകുമ്പോഴാണ് പാട്ട് പാടുന്നത്. ഹിന്ദിയിലാണ് പാട്ട്. ये कुंजी नादी जारी है यीशु की सूली से, अब जो कोई उसमें नहाएगा जरूर सब होएगा। मैं जानता हूँ, मैं मानता हूँ, यीशु मेरे लिए सालीब पर हुआ था बलिदान बेचाने को मुझे. എന്നർത്ഥം ഒരു രക്തത്തിന്റെ നദി യേശുവിന്റെ മുറിവുകളിൽ നിന്നും ആറായി പാഞ്ഞോടും. ആ രക്തനദിയിൽ ആരെല്ലാം കുളിക്കുമോ അവരെല്ലാം ശുദ്ധമായി തീരും. എന്റെ പാപക്കറകളെ കഴുകുക. യേശു ബലിയായപ്പോൾ ചിന്തപ്പെട്ട രക്തനദിയിൽ ഞാൻ വിശ്വസിച്ചു, അതിൽ ഞാൻ മുഴുകുന്നു. ഈ പാട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടുകയായിരുന്നു. അന്ന് RSS VHP ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളില്ല. ജനസംഘ് പിന്നെ ആര്യ സമാജ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഉള്ളൂ. പോലീസിന് ഇതിന്റെ അർത്ഥം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു തും ചുറ്റാക്കരുവെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം തുമ്മെന്ന് പറഞ്ഞാൽ നീ വായ മൂടടാന്നർത്ഥം. ഞങ്ങൾക്ക് അന്ന് ഈ തുമ്മിന്റെ ആപ്പിന്റെയും വ്യത്യാസം അറിയില്ല, ഹിന്ദി വരെ അറിയില്ല. അദ്ദേഹം പറഞ്ഞ ഹിന്ദി കേട്ട് ഞങ്ങളും തും ചുറ്റാക്കരുവെന്ന്. പിന്നീട് ഞങ്ങൾ ധൈര്യത്തോടെ പാട്ട് പാടാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷൻ വരെ പാട്ട് പാടും. ഇതെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അന്ന് ഞാനൊരു ടീനേജ് ബോയ് ആണ്. 19 വയസ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്നും പോലീസ് സ്റ്റേഷൻ കൊണ്ട് അടച്ചു. പോലീസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ കുറ്റക്കാർ അടയ്ക്കുന്ന ചെറിയ മുറിയിൽ ഇരുമ്പഴികളെല്ലാം മാറ്റി തള്ളിയിട്ട് പൂട്ടി. ഓ, ഒരേ നാറ്റം, മൂത്രത്തിന്റെ നാറ്റം, കഫത്തിന്റെ നാറ്റം, സിഗരറ്റിന്റെ നാറ്റം. പുറത്തു വരുമോ അറിയില്ല. വന്നെന്ന് വരാം, മതിലെന്ന് വരാം. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഞങ്ങളെ പുറത്ത് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇൻസ്പെക്ടർ ഞങ്ങൾ വിസ്തരിച്ചു. എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? എന്റെ കൂട്ടുകാരെ പറഞ്ഞു, സാറേ ഞാൻ ഒരു പൂജാരിയുടെ മകൻ, എല്ലാരും എന്നെ വെറുത്ത് ഞാൻ ജീവിക്കുകയായി. അത്രയും മോശമായിരുന്നു ഞാൻ. ആത്മഹത്യക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ കാൽവരി ക്രൂശിൽ തൂങ്ങിയ യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ പേര് സ്റ്റീഫ. ഞാൻ നിനക്ക് സമാധാനം തരാം എന്ന് യേശുവിനോട് പറഞ്ഞു. സമാധാനം തന്നു. ആത്മഹത്യ അറ്റംപ്റ്റ് നിർത്തി. ഈ യേശുവിനെ കുറിച്ച് ഞാൻ എല്ലായിടത്തും പറയാം. അദ്ദേഹം ചോദിച്ചു, ഏത് ഏരിയയാണ് പ്രസംഗിച്ചത്? അദ്ദേഹം ആ ഏരിയ പറഞ്ഞു കൊടുത്തു. കോക്സ്റ്റം ഏരിയയാണ്. പോലീസ് പറഞ്ഞു, പോലീസിനെ ലാത്തിയും കൊടുത്ത് അടിയടിന്ന് അടിച്ചപ്പോൾ അവർ തിരുത്തത്തില്ല. അത്രയും അങ്ങനെയുള്ള മക്കളാ അവര്. നിങ്ങൾക്ക് ഈ പ്രസംഗമെങ്കിലും പ്രസംഗിച്ച് തിരുത്താൻ ഒക്കുമെങ്കിൽ തിരുത്താൻ പറഞ്ഞ് തുറന്നു വിട്ടു. അപ്പൊ മനസ്സിലായി. യേശു പറഞ്ഞു, നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ന്യായാധിപ സഭയിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് ചിന്തിക്കണം. അപ്പോൾ പറയാനുള്ളത് എന്റെ പിതാവിന്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തും നിങ്ങളെ കോടതിയിലൊക്കെ കയറ്റുന്നത് അധികാരികളോട് സുവിശേഷം പറയുവാൻ അവസരമായി തീരും എന്ന് യേശു പറഞ്ഞു. അത് സത്യമാണ്. ഇതെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഒന്നിനും ഞാൻ പിന്നെ നോ പ്രോബ്ലം. പിന്നെ പല പ്രാവശ്യം ജയിലിൽ കയറിയിട്ട് ആദ്യം അടി കൊള്ളുമ്പോഴേ ഒരു ഭയമുള്ളൂ. നമ്മൾ ഈ ഡിസംബർ ജനുവരി മാസത്തിൽ രാവിലെ തണുത്ത വെള്ളം ആദ്യം ഒരു കപ്പെടുത്ത് ഒഴിക്കുമ്പോൾ തണുപ്പ്, പിന്നെ തണുപ്പങ്ങ് പോയി. ഇതുപോലെ ഉള്ളൂ. മിഷൻ വർക്കിന് വേണ്ടി ജീവനെ കളഞ്ഞിറങ്ങാൻ തയ്യാറാകണം. ചിലർക്ക് ഈ പ്രസംഗങ്ങളും ഇതുപോലെ അനുഭവങ്ങൾ കേൾക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ആണ്. രാജസ്ഥാനിൽ പ്രവർത്തനത്തിന് വേണ്ടി കടന്നുപോയി. ഇന്ത്യയിലെ താർ മരുഭൂമിയാണ് രാജസ്ഥാൻ. ഇന്നത്തെ പോലെയല്ല അന്ന് രാജസ്ഥാൻ. അന്ന് ഞങ്ങൾ
രാജസ്ഥാനിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ട്രക്കിന്റെ അകത്ത് ഇരുമ്പ് പാളങ്ങൾ 8ഉം 10ഉം നീളത്തിൽ ഇട്ടിരിക്കും. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അവിടെ പോയപ്പോ മനസ്സിലായി, അങ്ങോട്ട് പോകുമ്പോൾ റോഡ് നല്ലതായിരിക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ റോഡ് മണൽ മൂടി കിടക്കും. ഈ ഇരുമ്പ് പാളങ്ങളെ എടുത്തിട്ടാണ് അതിൽ കൂടെ വണ്ടി ഓടിച്ച് തിരിച്ച് വണ്ടിക്കകത്ത് ഇരുമ്പ് പാളങ്ങൾ എടുത്തിടുന്നത്. രാവിലെ 8 മണി ആകുമ്പോൾ തന്നെ ഇവിടുത്തെ 12 മണിയുടെ ചൂടുണ്ടാവും. മരുഭൂമിയാണ്. കാറ്റടിക്കുമ്പോ മണൽ പടലം ആകാശത്തിൽ നിറയും. സൂര്യനെ കാണാൻ നോക്കില്ല, മേഘം മറയ്ക്കുന്നത് പോലെ. കാറ്റ് നിൽക്കുമ്പോ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. എന്ന് നടക്കുമ്പോൾ ഒരു ചെറിയ കർച്ചീപ്പ് കെട്ടി 2 ദൂരമിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മൂച്ചെടുക്കുമ്പോ മൂക്കിൽ കൂടെ മണൽ കയറും, തുപ്പുമ്പം വായിൽ കൂടെ മണൽ വരും. 1 വേ ട്രാഫിക്. ഇതെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ പോയ സമയത്ത് ബിഖാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കുറച്ച് പോയത്. അവർ പറയും ഇവിടെ മഴ പെയ്തിട്ട് ഏകദേശം 60 വർഷമായി കാണും എന്ന് അവർ പറഞ്ഞു. ഡ്രസ്സൊന്നും നനയ്ക്കാറില്ല, എല്ലാം പൊടിയാണ്. ബ്രഷ് കൊണ്ട് ഞാൻ തുടച്ചൽ കിട്ടും. പിന്നെ മുഖത്ത് സോപ്പ് തേച്ചൊന്നും ഷേവ് ചെയ്യാറില്ല, അതിന് വെള്ളം കൂടുതലാണ്. വെറും വെള്ളം തേച്ചൊന്നും ഷേവ്. ഇങ്ങനെയൊക്കെ ആ ക്ലൈമറ്റിന് ഒത്തവണ്ണമെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ യേശുവിന്റെ രക്തം നമ്മുടെ പാപത്തെ എല്ലാം കഴിവെന്ന് ചോദിച്ചാൽ അവർ ചിന്തിക്കും നമ്മളെ മരുന്ന് വിൽക്കുന്ന ആൾക്കാരാണ്. യേശുവിന്റെ രക്തത്തെ ബോട്ടിൽ കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞ് കാശെടുത്ത് കയ്യിൽ കാണിക്കും. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, അങ്ങനെയല്ല വിശ്വസിക്കും. ചില ഗ്രാമത്തിൽ പോയി വെള്ളം ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് ജാതിയാണെന്ന് ചോദിക്കും. കോൺസ ജാതി. നമ്മൾ അവരുടെ ജാതിയാണെങ്കിൽ വെള്ളം തരും, അല്ലെങ്കിൽ കക്കൂസിൽ ഉപയോഗിക്കുന്ന മഗ്ഗിൽ വെള്ളം തരും. അത് കുടിച്ചിട്ട് കൈ കൊടുക്കരുത്, അവർ മേടിക്കില്ല. താഴെ വയ്ക്കാൻ പറയും, താഴെ വയ്ക്കണം. അവര് പിന്നെ മണ്ണിട്ട് അതിനകത്ത് കഴുകിയിട്ടായിരിക്കും കക്കൂസിലേക്ക് തിരികെ യൂസ് ചെയ്യുന്നത്. കേരളക്കാരനായ എനിക്ക് ഇതെല്ലാം പുതിയ അനുഭവങ്ങളായി. എന്നാൽ ഈ കഷ്ടങ്ങളെല്ലാം സഹിക്കുന്നുവെങ്കിലും യേശുവിനെ കുറിച്ച് അറിയാത്ത ആളുകൾ അറിയാൻ സാധിക്കുന്നല്ലോ എന്നൊരു ധൈര്യം എനിക്കുണ്ടായി. ഒരു ദിവസം ഞാൻ ബിഖാനഗറിൽ ഒരു CNI ചർച്ചിൽ ഇരിക്കുന്ന സമയത്ത് അവർ സാധു സുന്ദർ സിംഗിന്റെ ഒരു സ്ലൈഡ് പ്രദർശനം, ഫിലിം ഷോ കാണിക്കുകയായി. ഞാൻ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. രാംപൂരിൽ ജനിച്ച സുന്ദർ സിംഗ് ആ പഞ്ചാബിൽ കൂടെ യാത്ര ചെയ്ത്, അന്ന് ഇന്ത്യയുടെ അതിർത്തി പാകിസ്ഥാനല്ല, പാകിസ്ഥാൻ അന്നില്ല, അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ വഴി ബലൂചിസ്ഥാൻ വഴി ഇങ്ങനെ ചുറ്റി ടിബറ്റിലേക്ക് പോകുന്ന യാത്ര. ചെരുപ്പ് പോലും ഇടാതെ ഒരു ബാല്യക്കാരൻ, ആത്മഭാരം എന്തെങ്കിലും നേടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയല്ല, അവിടെയുള്ള ജനത്തോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ ആളുകൾ തന്നെ പിടിക്കുന്നു, ഭയങ്കരമായി ഉപദ്രവിക്കുന്നു. ഒരു ബെഞ്ച്, തടിയുള്ള ബെഞ്ച് കൊണ്ടുവന്നു. അതിന്റെ അടിയിൽ കൂടി ആണികളെ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ ശൂലം പോലെ നിർത്തിയതിനു ശേഷം ആ ബെഞ്ചിൽ സുന്ദർ സിംഗിനെ മലർത്തി കിടത്തി. 2 കൈയിലും കയറ് കെട്ടി വലിച്ച് കെട്ടി കുറ്റിയടിച്ചു തറയിൽ. 2 കാലിലും കയറ് കെട്ടി കുറ്റിയടിച്ചു. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ബെഞ്ചിൽ. തന്റെ രക്തഞരമ്പുകളെ എല്ലാം അവിടെ ഇവിടെയായി അറുത്തു. രക്തം കുടിക്കുന്ന അട്ടകളെ കൊണ്ടുവന്ന് അതിൽ വെച്ച് പിടിപ്പിച്ചു രക്തം ഉറിഞ്ചെടുക്കാൻ. സുന്ദർ സിംഗ് കിടന്നു. എന്റെ യേശുവേ, നിനക്ക് വേണ്ടി ഈ പാടുകൾ പെടുവാൻ നൽകിയ കൃപയ്ക്കായി സ്തോത്രം. എന്റെ ഹൃദയത്തിൽ വല്ലാതെ ചിന്ത അതിനാണുണ്ടായി. ആരോ പറയുന്ന പോലെ പൗലോസ് യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ജനം, ആരാധിക്കുന്ന ജനം, ഈ യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം കൂടെ സഹിപ്പാൻ മുൻ വന്നാൽ മാത്രമേ ഈ സുവിശേഷം എങ്ങും പരക്കുകയുള്ളൂ. ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. യേശുവേ, എനിക്കുള്ള ഒരു ചെറിയ ഒരു ആയുസ് 100% നിന്റെ വേലയ്ക്കായി ഞാൻ അറിയും. എന്നെ നീ സ്വീകരിക്കണം. അനേക ജനങ്ങൾ സുവിശേഷം കേൾക്കാൻ
ഒരു ഉപകരണമായി എന്നെ മാറ്റണമേ എന്ന് ഞാൻ സമർപ്പിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുടുംബസ്ഥനായി ദൈവത്തിന് വേല ചെയ്യണമോ, കുടുംബസ്ഥൻ അല്ലാതെ വേല ചെയ്യണമോ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായി. കാരണം എന്റെ പ്രവർത്തനത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ കുടുംബസ്ഥനായി വേല ചെയ്യുന്നതാണ് ദൈവഹിതം എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് 23 24 വയസ്സായി. അത് മനസ്സിലായപ്പോൾ അടുത്തെന്റെ പ്രാർത്ഥന, ദൈവമേ, നീ എനിക്ക് ഭാര്യയായി തരുന്ന സഹോദരി യേശുവിന് വേണ്ടി ഇതുപോലെ കഷ്ടം സഹിപ്പാൻ മനസ്സുള്ളവളായിരിക്കും. 2, അവൾക്ക് അച്ഛനോ അമ്മയോ ഉണ്ടായിരിക്കും. 3, അവൾക്കൊരു ഉദ്യോഗമോ സ്വത്തോ ഉണ്ടായിരിക്കും. 4, ഞാനാണ് അവളെ വിവാഹം കഴിക്കുന്നു എന്നതിന് ദർശനം നീ അവൾക്ക് കൊടുത്തിരിക്കണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് പറ്റി ഞാൻ പ്രാർത്ഥിക്കുക. ഇത്തരം പ്രാർത്ഥനയ്ക്കെല്ലാം പെട്ടെന്ന് മറുപടി ഉണ്ടാവും. ഇത് ചിലരുടെ പ്രാർത്ഥനയല്ല, എനിക്കൊരു BSc നേഴ്സ് വേണം, ഡോക്ടർ വേണം, ഒരു എഞ്ചിനീയർ വേണം. എന്തിനു വേണ്ടി? കടൽ താണ്ടി പോകാൻ വേണ്ടി. ഇവരാരും കടൽ താണ്ടി കൊണ്ടുപോകില്ല, എയറോപ്ലെയിൻ കൊണ്ടുപോകും. അനേക ചോദ്യം. അങ്ങനെ മേരേജ് ചെയ്താൽ എങ്ങനെ ജീവിക്കും? മറുപടി, എന്റെ ദൈവം ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ. ഈ സമയത്ത് ഞാൻ നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായി. അവിടെ ജയിലിൽ, ആ കാലഘട്ടങ്ങളിൽ ജയിലിൽ അനേകർ കിടപ്പുണ്ടായിരുന്നു. യേശുവിനെ വിശ്വസിച്ചതുകൊണ്ടും സ്നാനപ്പെടുത്തിയതുകൊണ്ടും ഇതെല്ലാം എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ യേശുവിന്റെ വേല എവിടെ ചെയ്യണം നമുക്കറിയില്ല. ദൈവത്തിന്റെ കയ്യിലാണത്. എവിടെ അയച്ചാലും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും സഹിച്ച് വേല ചെയ്യുന്ന മനസ്സുള്ളവർക്ക് അത് വിജയകരമായി ചെയ്യാൻ സാധിക്കും. എന്റെ ബ്രദർ, അതിന്റെ പേര് യേശുദാസ് എന്നാണ്, എനിക്ക് ലെറ്റർ അയച്ചു. പൗലോസ്, എന്റെ സഭയിലൊരു പെൺകുട്ടി, അവളൊരു ഹിന്ദു കൺവേർട്ടറാണ്. സുവിശേഷത്തിന് വേണ്ടി വളരെ ദാഹമുള്ള ഒരു കുട്ടിയാണ്. അവളുടെ മാർഗത്തിൽ നിന്നും യേശുവിലേക്ക് വന്നതുകൊണ്ട് സ്വന്തം സഹോദരൻ സഭയ്ക്കകത്തുനിന്നും അവളെ കയറ്റി പിടിച്ച് വലിച്ച് പുറത്തു കൊണ്ടിട്ട് കമ്പൗണ്ട് താറുമാറായി അടിക്കുന്നു. എന്നാലും വിശ്വാസത്തെ വിടുന്നു. പറഞ്ഞപ്പോ എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം പെട്ടെന്ന് മറുപടി തന്നല്ലോ എന്നെനിക്ക്. ഞാൻ നേപ്പാളിൽ നിന്നും മടങ്ങി വന്നു. അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവൾക്ക് കുറച്ച് സ്വത്തുണ്ടായിരുന്നു. ആ സ്വത്തിൽ നാം സ്വീകരിക്കരുത്, അത് അവളുടെ സ്വന്തക്കാർക്ക് ആർക്കെങ്കിലും വെറുതെ ഇനാമായി കൊടുക്കാൻ പറഞ്ഞു. സമ്മതിച്ചു. മാരേജ് കഴിഞ്ഞു. എനിക്ക് എന്റെ കുട്ടിപ്രായത്തും കുറച്ച് വളർന്നു വരുമ്പോൾ എന്റെ വിവാഹത്തെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ഐഡിയകളിൽ ചില ഐഡിയകൾ: നല്ല ബാൻഡ് മേളം ഉണ്ടാകണം, 2 നല്ല മൈക്ക് സെറ്റ് ഉണ്ടാകണം, 3 നല്ല പട്ടുവിധാനം ഉണ്ടാകണം. ഈ 3 കാര്യം എവിടെയെങ്കിലും കല്യാണം വീട്ടിൽ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുവാൻ, എനിക്കൊരു കല്യാണം ഉണ്ടായാൽ ഇതെല്ലാം ഉണ്ടാകും. സുന്ദർ സിംഗിന്റെ ഫിലിം കണ്ടതിന് ശേഷം അനാവശ്യ ചെലവുകൾക്ക് കാശ് കളയാതെ, മക്കളെ അമ്മയോട് വരാൻ പറയണേ, അമ്മ അവർ പ്രതീക്ഷിക്കുന്നു, അതവിടെ അമ്മ അവർ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു അവർ അനൗൺസ് ചെയ്തു. അനാവശ്യ ചെലവുകളല്ല മുഖ്യം. അതിനെല്ലാം സേമിച്ച് അതിനെല്ലാം മാറ്റിവെച്ചാൽ അതുകൊണ്ട് സുവിശേഷ വേല ഒത്തിരി ചെയ്യാം. എന്തുമാത്രം ലളിതമായി ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. പുണ്യക്കാരുടെ മേളം, ബാൻഡ് മേളം വേണ്ടെന്ന് വെച്ചു. പട്ടുവിധാനം വേണ്ടെന്ന് വെച്ചു. പട്ടുവിധാനം, മൈക്ക് സിസ്റ്റം, മൈക്ക് സെറ്റ് വേണ്ടെന്ന് വെച്ചു. ഫോട്ടോ എടുക്കുന്ന ക്യാമറക്കാർ വേണ്ടെന്ന് വെച്ചു. കാറിൽ പോകുന്നത് വേണ്ടെന്ന് വെച്ചു. നടന്നു പോകാന്ന് വെച്ചു. പുതു ഡ്രസ് വാങ്ങുന്നത് വേണ്ടെന്ന് വെച്ചു. പഴയ ഡ്രസ് ധരിക്കാന്ന് വെച്ചു. 300 രൂപയ്ക്കകത്ത് മുടിച്ചു. 300 രൂപയ്ക്ക്. എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ, എടാ നിന്നെ പോലെ മണ്ടൻ ലോകത്താരങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു, എന്റെ വിവാഹത്തിൽ എന്റെ യേശു സന്തോഷിച്ചൊരു പാത്രം.
നിങ്ങളെല്ലാം സന്തോഷിച്ച് നിങ്ങളോട് കൂടെ നരകത്ത് പോകുന്നതിനേക്കാൾ നിങ്ങളെന്നെ വെറുത്ത് ഞാൻ സ്വർഗത്ത് പോയാൽ സന്തോഷം. ഞാൻ 2 വർഷം പഴക്കമുള്ള ഒരു കീറിയ ഡ്രസ് ഇട്ടുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് വേണ്ടി പോയത്. ഏതാണ്ട് ഒരാഴ്ച ഞങ്ങൾ ബന്ധുക്കളുടെ വീടുകളിലെല്ലാം വിരുന്നിന് വേണ്ടി പോയി കാണും. എനിക്കുള്ളതിനേക്കാളും ആത്മഭാരവും പ്രാർത്ഥന ജീവിതവും ത്യാഗമനോഭാവവും ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു. അവളൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അവളുടെ ഒരു മാമൻ കോട്ടയത്തിനടുത്ത് വൈക്കം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഇന്നും ഒരു സന്യാസിയായി ഇരിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ദൈവം വിവാഹത്തിന് ശേഷം എനിക്ക് തന്ന ഭാരം ആരും പോകാത്ത ഏരിയകളിൽ പോയി സുവിശേഷ വേല ചെയ്യും. കയ്യിലൊന്നുമില്ല, എരിയുന്ന ഒരു തീപ്പാന്തം അകത്തുണ്ടെന്നുള്ളതല്ലാതെ അതിനെ ശൈലമുറയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പണമോ വണ്ടി വാഹനങ്ങളോ ഒന്നുമില്ല. എന്നെ ദൈവം പഠിപ്പിച്ച ഒരു പാഠം, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാണ്. എന്റെ മാരേജിന് മുമ്പ് ഞാൻ ആയിരുന്ന പ്രസ്ഥാനം അവർ ഒരു കപ്പൽ വാങ്ങി. ആ കപ്പലിന്റെ പേര് ലോഗോസ് എന്നാണ്. ആ കപ്പൽ ആദ്യത്തെ കപ്പൽ. പിന്നീട് അവർക്ക് ലോഗോസ് 2, പിന്നെ ഡൂലോസ്, പിന്നെ ലോഗോസ് ഹോപ്പ്, മൊത്തം 4 കപ്പലുണ്ടായിരുന്നു. ആദ്യത്തെ കപ്പൽ വാങ്ങി ആ കപ്പലിൽ അവർ എന്നെയും എടുത്തു ട്രെയിനിങ്ങിന് വേണ്ടി. ആ കപ്പലിൽ യാത്ര ചെയ്ത് ഞങ്ങളിങ്ങനെ കൊച്ചിയിൽ നിന്നും കപ്പലിൽ കയറി നേരെ ദുബായ്, ഡോഹ, ദുബായ്, ബഹ്റിൻ, കുവൈറ്റ് ഈ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. എന്റെ ക്യാബിൻ ഏറ്റവും പുറകിലാണ്, കപ്പലിന്റെ പുറകിൽ. കപ്പലിന്റെ മുൻഭാഗത്തും പുറകുഭാഗത്തും നല്ല ഷേക്കായിരിക്കും, സെൻട്രൽ ഷേക്ക് കുറവായിരിക്കും. ഇവിടെ ആയിരിക്കും ഡൈനിങ് ഹാൾ, പിന്നെ ഓഫീസേഴ്സ് അവരുടെ ക്യാബിൻ, ഇതെല്ലാം ഉള്ളത്. ഏറ്റവും പുറകിൽ പ്രൊപ്പല്ലറിന്റെ നേരെ മുകളിലാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും കപ്പൽ. 147 ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. 7 നിലയുള്ള ഒരു കപ്പലാണ്. ഇങ്ങനെ കുതിച്ച് തുടിച്ച് തൂക്കി അടിക്കും. ചിലപ്പോഴെല്ലാം ഛർദിലെടുക്കും, എന്ത് കഴിച്ചാലും ഛർദിലെടുക്കും. അതിന്റെ പേരാണ് സീസിക്ക് എന്ന് പറയും. ഈ സീസിക്ക് പിടിച്ച് ഞാൻ കപ്പലിനകത്ത് കിടക്കുകയാണ്. കപ്പൽ ഓരോ തുറമുഖത്തും എത്തുമ്പോൾ നങ്കൂരമിട്ട് ഉറപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ചില മണിക്കൂറുകൾ ഫ്രീ തരും. പുറത്തെല്ലാം പോയി യേശുവിനെ പറ്റി പറയാനും ലഹരികൾ കൊടുക്കാനും. അങ്ങനെ പുറത്തു പോകുമ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കുന്നത് എന്തോന്ന് പ്രൊജക്ടർ മേടിക്കാൻ കിട്ടും നോക്കിയാ. നല്ല പ്രൊജക്ടറുണ്ട്, വിലക്കുറവ്, ഡ്യൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഇത് മേടിക്കും. പക്ഷെ എന്റെ കയ്യിൽ കാശ്. ഞാനിങ്ങനെ ഓരോ തുറമുഖത്തും ഡോഹയിൽ പോകുമ്പോൾ, ദുബൈയിൽ പോകുമ്പോ, പിന്നെ ബഹ്റിൽ പോകുമ്പോഴെല്ലാം ചെയ്യും. ഇത് കണ്ട എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, പൗലോസേ നീ എന്തിനു ബന്ധപ്പെടണം, കുറച്ച് വെയിറ്റ് ചെയ്യും. ഈ കപ്പൽ കുവൈറ്റ് എന്ന രാജ്യത്ത് പോകും, അതാണ് ലാസ്റ്റ്. അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. അവിടെ പോകുമ്പോ അവിടുത്തെ ബ്ലഡ് ബാങ്കിൽ പോയി കുറച്ച് രക്തം കൊടുത്താൽ മതി, ധാരാളം കാശ് നിനക്ക് കിട്ടും. ആ കാശ് വെച്ച് പ്രൊജക്ട് വാങ്ങാന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, എന്നൊരു നല്ല ഐഡിയ ആണ്. കപ്പൽ കുവൈറ്റിലെത്തി. ലീവ് കിട്ടിയതും നേരെ ഞാൻ ബസ് കയറി രക്തബാങ്കിലേക്ക് പോവുകയാണ്. എന്റെ ചിന്തയല്ല, ഈ ഒരു ടെസ്റ്റ് ട്യൂബ് നിറച്ച് രക്തമെടുക്കും, കൈ കാശ് തരും. അന്ന് ഈ രക്തം കൊടുക്കുന്ന കാര്യങ്ങൾ എടുക്കുന്നതാണെങ്കിൽ എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ എപ്പോഴും വെച്ചൊരു കോളറയ്ക്ക് ചെക്ക് ചെയ്യാൻ എന്തിനു വേണ്ടി ബ്ലഡ് എടുത്തു, അതുപോലെ എടുക്കുന്ന അറിവ് എനിക്കുണ്ടായിരുന്നു. നേരെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എന്തിനു വന്നു? ഞാൻ പറഞ്ഞു രക്തം ഡൊണേഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞു. എന്നെ ഒന്ന് കീഴ്മേലെ നോക്കി പറഞ്ഞു, രക്തം വേണ്ട, വന്നു വിളിപ്പോ. ഞാന് ഒന്നും ചോദിക്കാതെ പോവാൻ പറഞ്ഞു. അന്നിരുന്നോണ്ട് മൊത്തം പ്രാർത്ഥനയാണ്. രാത്രി ഇവിടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല. ആൾ നൈറ്റ് പ്രയർ ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവമേ, എനിക്ക് നാളെ പോകാൻ പെർമിഷൻ കിട്ടും.
2 രക്തമെടുക്കാൻ അവർക്ക് മനസ്സ് വേണം. 3 എനിക്ക് പ്രൊജക്ട് വേണം. പിറ്റേ ദിവസം എനിക്ക് പെർമിഷൻ കിട്ടി പോകാൻ അതേ രക്ത ബാങ്കിലേക്ക് പോവുകയാണ്. വെളിയിൽ നിന്ന് നോക്കിയാണ് ഇന്നത്തെ ആളാണോ വേറെ ആളാണോ, വേറെ ആള്. അപ്പൊ മനസ്സിൽ തോന്നി ധൈര്യമായിട്ട് പോകാം. പോയി എന്നോട് ചോദിച്ചു എന്തിനു വന്നു? ഞാൻ പറഞ്ഞു ബ്ലഡ് കൊടുക്കാനാണ്. ഇരിക്കാൻ പറഞ്ഞു. അതൊരു ആശ്വാസം. അവിടെ ഇരുന്നു. ഒരു നേഴ്സിനെ വിളിച്ചു. കോളിംഗ് ബെല്ലടിച്ചു. നേഴ്സ് വന്നു. ഡോക്ടർ പറഞ്ഞു കൈ നീട്ടാൻ പറഞ്ഞു. നീട്ടി കൊടുത്തു. കൈ നീട്ടി അവളൊരു സിറിഞ്ച് വെച്ചു രക്തമെടുത്തു കൊണ്ടുപോയി. സിറിഞ്ച് നിറയെ. അപ്പൊ ഇനി ഞാൻ വീട്ടിൽ കൊണ്ടിരിക്കുക. എന്നെ കാശ് മേടിച്ചോണ്ട് പ്രൊജക്ട് മേടിച്ചോണ്ട് പോരാ. ഒരു ടെസ്റ്റ് രക്തം എടുത്തോണ്ട് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഈ ഡോക്ടർ കോളിംഗ് ബെല്ലടിച്ച് നേഴ്സോട് ചോദിച്ചു, ആ ബ്ലഡിന്റെ ഗ്രൂപ്പ് എന്താണ്? അവള് പറഞ്ഞു എ പോസിറ്റീവ് ആണ്. അപ്പോഴേ മനസ്സിലായത് ഈ ബ്ലഡ് എടുത്തത് വിലയ്ക്ക് വിൽക്കുന്ന തരാൻ വേണ്ടിയല്ല, ഗ്രൂപ്പ് അറിയാൻ വേണ്ടിയാ. അപ്പൊ ഇനി വിൽക്കാനുള്ള രക്തം അത് വേറെ എടുക്കും. നേഴ്സ് പറഞ്ഞു എ പോസിറ്റീവ്. ഡോക്ടറിനോട് പറഞ്ഞു ഈ ഗ്രൂപ്പിൽപ്പെട്ട രക്തം ഇവിടെ സ്റ്റോക്ക് ആവശ്യത്തിന് അധികം ഇരിക്കും, അതുകൊണ്ട് വേണ്ട. എന്റെ ആശയെല്ലാം ഞാൻ ചിന്തിച്ചു, രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാൻ പല വഴി ഉണ്ടായിരുന്നു. അങ്ങനെ മാറ്റാൻ കാരണം എന്റെ കൊച്ചുപ്രായത്ത് അമ്മ അടിച്ച് വീട്ടിൽ നിറയ്ക്കപ്പെട്ട് ഞങ്ങൾ മാമിയുടെ വീട്ടിൽ നിന്ന് വളരുമ്പോ എനിക്ക് വെള്ള ഷർട്ടേ ഉള്ളൂ. ഞാൻ ചെന്തൂരപ്പൊടി വാങ്ങിച്ച് വെള്ള ഷർട്ടിനെ വെള്ളത്തിൽ ചെന്തൂരപ്പൊടി വെള്ളത്തിൽ കലക്കി അതിനെ മുക്കി ചെന്തൂരം അത് തേക്കുന്ന പെട്ടിയെല്ലാം ഈ കരിയിട്ട് തേക്കുന്നതാണ്, കരിപ്പെട്ടി. അതിന്റെ തേച്ചിട്ടോണ്ട് പോയാൽ എന്റെ ഷർട്ട് പോലെ സൂപ്പർ ഷർട്ട്. അങ്ങനെ ഞാൻ വെള്ള ഷർട്ടിനെ ചെന്തൂരെ കളർ ഷർട്ടാക്കി. രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റം എന്താ ഒരു വഴി? നിരാശിതരായി തിരിച്ച് ഒരു കപ്പൽ തുറമുഖത്തുനിന്നും കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനകത്ത് ഒരു ഡോക്ടർ നിർബന്ധമുണ്ടാകും. അപ്പോഴുണ്ടായിരുന്ന ഡോക്ടർ ചെങ്ങന്നൂരിനായ ഒരു ഡോക്ടറാണ്. ഞാനും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് ആണ്. മലയാളത്തിൽ സംസാരിക്കും, ബാക്കി സമയങ്ങളിലെല്ലാം ഇംഗ്ലീഷാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം, ബ്ലഡ് കൊടുക്കാമെന്ന് റെക്കമെൻഡ് ചെയ്യണം. അപ്പം പറഞ്ഞു, എടാ ഈ കപ്പൽ ഇന്ത്യക്ക് പോയതിനു ശേഷം നീ നേരെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, നീ ബ്ലഡ് കൊടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് എന്റെ എന്തുമാത്രം മടിപ്പിക്കാമോ അത്രയും മടിപ്പിച്ചു. എന്നാലും ഞാൻ വിടാതെ കൂടെ നടന്ന് പ്രഷർ കൊടുത്തു. അവസാനം ഒരു ലെറ്റർ എഴുതി ബ്ലഡ് എടുക്കാനായിട്ടുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ചെയ്തിന്റെ എന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ പോയി തൊലയിടാന്ന്. ഞാൻ ആ ലെറ്റർ വാങ്ങിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് 3ാമത്തെ ദിവസം കുവൈറ്റിലെ ബ്ലഡ് ബാങ്കിലേക്ക് വീണ്ടും പോവുകയാണ്. ഞാൻ വെളിയിൽ നോക്കി, ഇന്നലത്തെ ഡോക്ടറാണോ ആദ്യത്തെ ഡോക്ടറോ വേറെ ഡോക്ടർ. എന്നെ വിളിച്ചു, അകത്ത് പോയി ലെറ്റർ കൊടുത്തു. ഒന്നും പറഞ്ഞു, വായിച്ചു നോക്കിയ ശേഷം പറഞ്ഞു കേബിൻ നമ്പർ ഇത്ര, അവിടെ പോയി കിടക്കാൻ പറഞ്ഞു. ഞാൻ ആ നമ്പർ നോക്കി അവിടെ പോയി കിടന്നു. ഒരു ബെഡിൽ നല്ല സോഫ. കുറെ കഴിഞ്ഞതും ഒരു നേഴ്സ് ഒരു പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ടുവരുന്നുണ്ട്. അത് കുറച്ച് വയറെല്ലാം ചുറ്റിയിരിക്കുന്നു. എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാണ്. അവള് നേരെ കൊണ്ടുവന്ന് ഞാൻ കിടന്ന ബെഡിന്റെ കീഴെ ആ സഞ്ചിയെ കെട്ടിത്തൂക്കി അതിൽ നിന്ന് വയറിന്റെ കയ്യിൽ വെച്ചു, ടേപ്പ് വെച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഈ പ്ലാസ്റ്റിക് സഞ്ചി നിറയെ ആണ് രക്തം കൊടുക്കാൻ പോകുന്നത്. അത് 2, 4, 6, 8, 10, 12 ഇങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവസാനം ബ്ലഡിന്റെ ഒഴുക്ക് ഫ്ലോ കമ്മിയായി, ഒഴുകാതെയായി. അപ്പൊ നേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ പറ്റും. നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇനി കൈ പമ്പ് ചെയ്യണം, പമ്പ് ചെയ്താലേ ചങ്കിൽ നിന്ന് രക്തം വരുമെന്ന് പറഞ്ഞു. സാത്താൻ പറഞ്ഞു, പൗലോസ് നിന്റെ ജീവിതം അപകടത്തിൽ, നീ വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം നടക്കും. 2 നീ മരിച്ചാൽ ശവം പോലെ നാട്ടിക്കൊണ്ടുപോകും, ഇവിടെ കുഴിച്ചു കൊടുത്തത് മതി, നീ ഊരി എടുത്തിട്ട് പോവാൻ ആരും പറയുന്നല്ലോ, മരണഭീതി വരികയാണ്. ഞാൻ പറഞ്ഞു, സാത്താനെ അനേകർക്ക് കൊടുക്കാൻ പലതും എനിക്ക്
എന്റെ ജീവനല്ലാതെ മറ്റൊന്നില്ല. ഈ ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഞാൻ മരിക്കേണ്ടി വന്നാൽ എന്റെ അടുക്കൽ നിൽക്കുന്നതോടെ ഞാൻ പറയും, ഈ പണം ദുർവിനിയോഗം ചെയ്യരുത്. ഒരു മിഷനറിക്ക് കാശ് കൊടുത്ത് ഒരു പ്രൊജക്ടർ വാങ്ങി സുന്ദർ സിംഗിനെ, യേശുവിനെ പോലത്തെ ചിത്രങ്ങൾ ആൾക്കാരെ കാണിച്ച് പ്രസംഗിക്കണം എന്ന് ഞാൻ പറയും. ഇത് പറഞ്ഞുകൊണ്ട് എന്റെ കൈ ഞാൻ പങ്കുകയായി. ആ പ്ലാസ്റ്റിക് ബാഗ് നിറഞ്ഞു. ബ്ലഡ് തൂക്കിക്കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടെന്റെ ഉള്ളിൽ വലിയൊരു സംതൃപ്തി. ഒരു സ്ക്രീൻ കെട്ടി അനേകം സ്ക്രീനിന്റെ മുമ്പിരുന്ന് ആ പടങ്ങൾ കാണുന്ന കാഴ്ച എന്റെ മനസ്സിൽ ചിത്രീകരിച്ചുകൊണ്ട് ഞാൻ അവിടെ കിടക്കുക. എന്റെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി ആപ്പിൾ, പൈനാപ്പിൾ ഇതുപോലത്തെ പല ഫ്രൂട്ടുകളും ചേർത്ത് ഒരു ജ്യൂസ് അവർ ഒരുക്കിയിരുന്നു. അതുപോലും കുടിക്കാൻ ഞാൻ പോയി. കാരണം ഞാൻ നേരത്തെ മാർക്കറ്റിൽ പോയി കണ്ടതാണ്. ഒരൊറ്റ പ്രൊജക്ടറേ ഉള്ളൂ, അക്ഫ ബ്രാൻഡ് ജർമ്മൻ പ്രൊജക്ടർ. അത് ഇലക്ട്രിസിറ്റിയിലും ആ പ്രൊജക്ടർ ഓടും, വലിയ ലോറി ബാറ്ററിയിലും ആ പ്രൊജക്ടർ ഓടും. കറണ്ടുള്ളിടത്തും കറണ്ട് ഇല്ലാത്തിടത്തും വർക്ക് ചെയ്യാം. അത് വാങ്ങാൻ ഞാൻ നേരെ പോയി ആ കാശ് കൊടുത്തു, ആ പ്രൊജക്ടർ മേടിച്ചു, ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും. കപ്പൽ തിരിച്ചു വന്ന് ഇറങ്ങിയത് ബോംബെയിലാണ്. ഞങ്ങൾ എല്ലാ സാമാനങ്ങളും ഇറക്കിയ കൂട്ടത്തിൽ ഈ പ്രൊജക്ടിന് ഇറക്കി. അപ്പൊ കസ്റ്റം ഓഫീസർ നോക്കിയിട്ട് ചോദിച്ചു, ആ പെട്ടി എന്താണ്? ഞാൻ പറഞ്ഞു, അത് പ്രൊജക്ടറാണ്, അതിന് ഡ്യൂട്ടി കെട്ടണം. ഇന്ന് സാധനങ്ങളെ കൊണ്ട് അന്ന് പുതിയ ഡ്രസ് പോലും കൊണ്ടുവരാൻ നോക്കിയില്ല, എല്ലാത്തിനും ഡ്യൂട്ടിയാണ്. ഞാനിത് വാങ്ങാൻപ്പെട്ട കഥയെല്ലാം നല്ലവണ്ണം പറഞ്ഞു നോക്കി. അവർ പറഞ്ഞു, എനിക്ക് കഥയൊന്നും കേൾക്കട്ടെ, എന്റെ പുറകെ ആൾക്കാർ നിൽപ്പുണ്ട്, അവരെല്ലാം പറഞ്ഞയക്കും. കാശുണ്ടെങ്കിൽ കെട്ടിയിട്ട് പോവോ, അല്ലെങ്കിൽ കൂടെ സാധനം വെച്ചേച്ച് പോവെന്ന് പറഞ്ഞു. ഞങ്ങൾ വെച്ചേച്ച് പുറത്തിറങ്ങി ചിവറിനോട് ചാരുന്നോട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ചെയ്യാവുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു. പക്ഷെ നീ ഈ പ്രൊജക്ടർ വാങ്ങിക്കൊണ്ടല്ല ഞാൻ പോകും. ദൈവത്തോട് എന്റെ മനസ്സിൽ ഇത് പറഞ്ഞ് കുറെ കഴിഞ്ഞതും കസ്റ്റം ഓഫീസർ പറഞ്ഞു, ഏയ് കം വാ, ഡ്യൂട്ടി കെട്ടണ്ട, എടുത്തോണ്ട് പോന്ന് പറഞ്ഞു. എന്റെ ജീവൻ എനിക്ക് മടങ്ങി. നിനക്കൊരല്പം ആഗ്രഹമേ ഉള്ളൂ യേശുവിന്റെ പ്രയോജനപ്പെടണം. അത് യാഥാർത്ഥ്യമാണെങ്കിൽ നിന്റെ ആഗ്രഹം തീരുവോളം നിന്നെ കൊണ്ട് മിനിസ്റ്റർ ചെയ്യിക്കുന്ന ഒരു നല്ല ദൈവം. കള്ളത്തരങ്ങളും കപടങ്ങളും കാണും. നീ വിശ്വസ്തനായിരിക്കും. ആമേൻ. ഈ പ്രൊജക്ട് കൊണ്ട് ഫിലിം കാണിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ക്രൂരന്മാരായ സുവിശേഷ വിരോധികൾ ഈ പ്രൊജക്ടറിന്റെ മേൽ കല്ലുകൾ വെച്ച് എറിഞ്ഞിട്ടുണ്ട് ഉടയ്ക്കാൻ. ഞാൻ അതിന്റെ പുറത്തൂടെ കമന്ന് കെട്ടിക്കൊണ്ട് കിടക്കും. അതെന്റെ ജീവനാണ് എനിക്ക്. ദൈവം തന്ന ഭാരം ഹൈറേഞ്ചിന്റെ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് கொஞ்சம் കഷ്ടപ്പെട്ട ഏരിയയാണ്. വണ്ടിയിലെ വാഹനങ്ങളിലൊന്നും. അന്ന് എനിക്ക് പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടായിരുന്നത് 200 രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു സൈക്കിളാണ്. അതിൽ പുതുതെന്ന് പറയാൻ 2 ടയറും 2 ട്യൂബും, ഒരു ലോഡ് കാരിയർ, ഒരു ലോഡ് സ്റ്റാൻഡ്, ഒരു ബെല്ല്, ഒരു ഡൈനാമോ. ആമേ. വെച്ച് കെട്ടാൻ ഒരു പിക്കപ്പിൽ കയറ്റുന്ന സാധനം ഉണ്ടാവും. ഒന്ന് ഒരു ലോറിയിൽ വയ്ക്കുന്ന വലിയ ബാറ്ററി, 2 പേര് തൂക്കിയാലേ പോകും. 11 പ്ലേറ്റ്, 13 പ്ലേറ്റ്. മറ്റൊന്ന് ആംപ്ലിഫയർ. ഇന്നെല്ലാം ട്രാൻസ്ലേഷൻ ആംപ്ലിഫയർ. അന്നെല്ലാം വാൾവ് ആംപ്ലിഫയർ ആണ്. ഇങ്ങനെ വാൾവ് ആംപ്ലിഫയർ, അതിന്റെ ഒരു ആംപ്ലിഫയർ. പിന്നെ ഗ്രാമഫോൺ റെക്കോർഡ്, അതിന് ഗ്രാമഫോൺ പ്ലെയർ, അതിന്റെ റെക്കോർഡ്. ഇതെല്ലാം വെച്ച് കെട്ടുമ്പോഴേ നല്ല വെയിറ്റ് ആകും. ഫ്രണ്ട് വീല് കൊണ്ട് ഇങ്ങനെ പോകും. പിന്നെ പെറുവശത്ത് ടയറിന്റെ കീഴെ ഒരു അര ചെങ്കൽ വെച്ച് അടിച്ചു കയറ്റും. ഇതിന്റെ പുറത്ത് പ്രൊജക്ടർ വെച്ച്, എന്നിട്ട് ബാലൻസ് ശരിയാക്കാൻ വേണ്ടി നേരെ 2 കോളാമ്പി ഫ്രണ്ടിൽ കെട്ടിയിടും, 2 യൂണിറ്റ് കെട്ടിയിടും, 2 മൈക്ക് കെട്ടിയിടും, 2 അര സ്റ്റാൻഡ് കെട്ടിയിടും, കേബിളുകൾ ഐറ്റങ്ങളെല്ലാം കെട്ടി. ഒരു സർക്കസുകാരൻ പോകുന്നു. ഫിഡലിനെ പൊക്കി വെച്ച്
ചാടിക്കേറി സൈക്കിളിന്റെ പുറത്ത് ഇരുന്നാൽ അടുത്ത ഡെസ്റ്റിനേഷനിലാണ് ഇറങ്ങുന്നത്. ആമേൻ. മോട്ടോർ സൈക്കിൾ അല്ലേ, വെറും സൈക്കിൾ. ഈ ഇതിന്റെ ഫ്രണ്ടിലുള്ള ആ കോളാമ്പി കടകട കടപട 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 അടിക്കുമ്പോ ആൾക്കാരിങ്ങനെ നോക്കിയിട്ട് ആൾക്കാരെല്ലാം മാറിത്തരും. അങ്ങ് ഫ്രീ ആ പോവുകയാണ്. ഈ ലോഡ് വെച്ചുകൊണ്ട് 2-3 കിലോമീറ്റർ അല്ല, 40-50 കിലോമീറ്ററാണ് വൺ സൈഡ്. വെള്ളറുടയിൽ നിന്നും കാഞ്ഞിരകുളം വഴി കുളച്ചൻ, പൂന്തുറ, മണ്ടയ്ക്കാർ, വള്ളവിള, തിരുവനന്തപുരം, കാട്ടാക്കട, നെടുവങ്കാട്, ആര്യനാട്, എത്രയോ ഇടങ്ങളിൽ. ഒരു ഭാഗത്തൊരു കുന്ന്, അതിറങ്ങുന്ന ഒരു കുഴി, വീണ്ടും ഒരു കുന്ന്, ഒരു കുഴി. ഇതുകൊണ്ടാണ് മലയും ആളവും, മലയും ആളവും. അതുകൊണ്ടാണ് നമ്മുടെ ഭാഷ തന്നെ മലയാളം, മലയും ആളവും. എത്രയോ കുന്നുള്ള സ്ഥലങ്ങളുടെ കീഴെ വരുമ്പോ ആരെങ്കിലും ഒന്ന് തള്ളിത്തന്നെങ്കിലോ എന്ന് ചിന്തിച്ച് ആ ലോഡുമായി വച്ചുകൊണ്ട് നിന്ന ദിവസങ്ങൾ പലതും. നീ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് അധ്വാനം മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. ഇതെല്ലാം ഓർക്കുന്ന ദൈവമാണ്. എല്ലാം ഓർക്കുന്ന ദൈവമാണ്. ദൈവം ഞങ്ങൾക്ക് മക്കളെ തരാൻ തുടങ്ങി. മൂത്തവനെ തന്നു, അവന്റെ പേര് ബില്ലിഗ്രാം. രണ്ടാമത്തിനെ തന്നു, അവന്റെ പേര് ഇസ്രായേൽ. മൂന്നാമതിനെ തന്നു, അവന്റെ പേര്, അവളുടെ പേര് സൂസൻ. ചില പറഞ്ഞ ഒരു കുഞ്ഞു മതി, 2 കുഞ്ഞു മതി. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു മക്കളെ കൊണ്ട് അമ്പ്രാ തുണി, മക്കളെ കൊണ്ട് ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവനെന്നാണ്. മക്കൾ കുറഞ്ഞിരുന്ന സുഖമായിട്ട് ജീവിക്കുക, അത്രയോ. ആമേൻ. എന്റെ ഭാര്യ 11ാമത്തെ മകളാണ്. അവിടെ മരിച്ചു. അവളെന്നോട് പറഞ്ഞു, ദൈവം എനിക്ക് 10 മക്കൾ തന്നായിക്കൊള്ളായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ എത്ര ഉണ്ടോ? 7 മക്കളുണ്ട്. സോ വേലക്കാർ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്താലാണ് നമ്മൾ ചെയ്യുന്നതെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കും. ഒരു സ്ഥാപനമോ ഒരു മനുഷ്യനോ അല്ല നമ്മെ വളരുമാറാക്കുന്നത്, ഉയർത്തുന്നത്. എല്ലാ നല്ല ദാനവും തികഞ്ഞവരുമൊക്കെയും ജ്യോതികളുടെ പിതാവിൽ നിറങ്ങി വരും. ഈ എല്ലാ സാമാനങ്ങളും ബസ്സിൽ കയറ്റി ഇറക്കിയാണ് ഹൈറേഞ്ചിൽ കൊണ്ടുപോകുന്നത്. എവിടെ? പീരിമേട്, തേക്കടി, കുമ്പളി, കട്ടപ്പന, എലപ്പാറ, വാഗമൺ, അടിമാലി, ഈ ഏരിയകളെല്ലാം. അന്നത്തെ റോഡുകളെല്ലാം സിംഗിൾ റോഡുകളാണ്. പലപ്പോഴും വണ്ടികൾ കൊക്കയ്ക്കകത്ത് മറിയുന്ന കാലങ്ങളായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ജീവനെ കളയാൻ തയ്യാറായി ഇറങ്ങും. മറ്റൊരു ഭാഗമാണ് കടപ്പുറത്തെ വേല. ഈ രണ്ടിടത്തെ വേലയാണ് കഠിനമായ വേല എന്നറിയാം. അതുകൊണ്ടാണ് കഠിനമായ ഏരിയ തെരഞ്ഞെടുത്തത്. കന്യാകുമാരി മുതൽ വേല ആരംഭിച്ചു. എവിടത്തേക്ക്? ബോംബെ തീരപ്രദേശത്ത് കൂടെയുള്ള യാത്രയുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ കന്യാകുമാരി മുതൽ കൽക്കട്ട വരെയുള്ളതായ ഏരിയ. കുടിച്ചാൽ നല്ല വെള്ളം കിട്ടില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, തൂത്തുക്കുടി കഴിഞ്ഞ് ഒരു ഗ്രാമപ്രദേശത്ത് ഉറക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കര കാറ്റടിച്ച് മണൽ മുഖത്തിലെല്ലാം അടിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും കുടിച്ചേ ഒക്കും. ഞാൻ അല്പം വെള്ളം തരാൻ ഒക്കുമെന്ന് ചോദിച്ചു ഒരു സ്ത്രീയോട്. അവിടെ ഞാൻ വെള്ളം കൊണ്ടുപോകുന്നത് കണ്ടു. ഞാൻ ഓർത്ത് നല്ല വെള്ളമായിരിക്കും ഓർത്തു. എന്നാൽ ഈ വെള്ളം കെട്ടിക്കിടന്ന കുളം ഒരുമാതിരി പച്ചവെള്ളം മതി കിടക്കും. അതിൽ നിന്ന് കോരിക്കൊണ്ടു പോയതാണ്. വല്ല പാത്രം കഴുകാനോ ചെടികൾ കൊഴിക്കാനായിരിക്കും. വെള്ളം ചോദിച്ചതും അവൾ അവളുടെ സാരിയെ എടുത്തൊരു ഗ്ലാസ് വാങ്ങി അതിന്റെ പുറത്ത് വെച്ച് സാരിയിൽ കൂടെ ഒഴിച്ച് അരിച്ചു തന്നു. അവൾ ഈ സാരി എന്ന് കഴിയുന്ന ആർക്കറിയാം. രസം കുടിക്കുന്നത് പോലെ ഞാൻ കുടിച്ചു. വെള്ളം അങ്ങ് വയറ്റിനകത്ത് പോയത് കുട്ടുമ്പളം തുടങ്ങി. എന്നോട് കൂടെ വന്നത് പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കൊച്ചറക്കാരനായ
ഒരു സൂപ്പർ, ഇന്ന് താൻ സൂപ്പർ സപ്രാസ്, അന്ന് താൻ ഒരു ചെറുപ്പക്കാരനായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പോൾ ഗോപാലകൃഷ്ണൻ നായരെ, ഈ യാത്ര എനിക്ക് പരലോക യാത്ര, സ്വർഗയാത്ര പോലെ തോന്നില്ല. കൽക്കട്ടയ്ക്ക് പിന്നെ പോവാം, വീട്ടിൽ പോവാം. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പല ബസ്സുകൾ മാറി മാറി കയറി വീട്ടിൽ വന്നു. ടൈഫോയിഡ് ഒരു പ്രാവശ്യമുണ്ട്, പല ടൈഫോയിഡ്, കോളറ, സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ്, ഇതെല്ലാം ഈ ഗ്രാമങ്ങൾ എന്ത് രോഗമുണ്ടെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ പ്രവർത്തിച്ചു. വീട്ടിൽ ഒന്ന് ടൈഫോയിഡ് ആയിട്ട് കിടക്കും, ഒരാഹാരവും കഴിക്കുന്നു. എന്നെ വീട്ടിൽ ഗോപാലകൃഷ്ണൻ നായർ കൊച്ചിറക്കി. എന്റെ ചില ഈ ടീമിൽ അന്ന് എന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ കൈക്ക് പിടിച്ച് ചോദിക്കും, എന്ത് ചോദിക്കും? നമ്മൾ ആ നിർത്തിയ സ്ഥലത്ത് നിങ്ങൾ പോയി അവിടെ നിന്ന് കൽക്കട്ട വരെ കണ്ടിന്യൂ ചെയ്യുമോ? കാരണം ഞാൻ മരിക്കാൻ പോകുന്നറിയാം. ഒരു മനതൃപ്തിയോടെ മരിക്കാൻ വേണ്ടി അവന് യെസ്സോ നോയോ പറയും, ചിരിക്കുകയോ. ഞാൻ ഒരാഹാരം കഴിക്കുന്നില്ല. ദിവസം 30-40 കഴിയും. മരണത്തിന്റെ ലക്ഷണം എല്ലാം കണ്ടു തുടങ്ങി. വെറും കരിക്കും വെള്ളം അത് ചൂടാക്കി അതിനെ സ്പൂണിലെടുത്ത് എന്റെ വായിൽ കൂടെ ഒഴിച്ചു തരുമായിരുന്നു, തൊണ്ട നനയ്ക്കുന്നത്. മരണ ലക്ഷണങ്ങളെല്ലാം കണ്ടപ്പോൾ അന്ന് എന്റെ ഭാര്യ 9 മാസം ഗർഭിണിയായിരിക്കുക, 3ാമത്തെ മകള്. എന്റെ ഭാര്യയെ കാണുമ്പോൾ മനസ്സ് പറയും, എന്റെ ഭാര്യ ഒരു ദിവസം വിധവയായി മാറി. എന്റെ കൊച്ചു കുഞ്ഞുങ്ങൾ, 2 കൊച്ചു പിള്ളേരുണ്ട്. അവരെ കാണുമ്പോൾ മൈൻഡിൽ സാത്താൻ മന്ത്രിക്കും, നിന്റെ മക്കൾ അനാഥരായി. ഈ ചിന്തകളെ തരണം ചെയ്യുന്നത് വലിയ വിഷമമായിരുന്നു. ഒരു ദിവസം എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, എടീ എനിക്ക് ഇതിനോട് ചില കാര്യം പറയാം. അവൾ അവിടെ ഇരുന്നു. ചോദിച്ചു, എന്താണ്? ദൈവം ഈ മൺകൂടാരത്തുന്നു, ദൈവം നൽകിയ ജീവനെ ദൈവം എടുക്കുമ്പോൾ ഈ ഉടലിനെ, ഈ ശവത്തെ റോഡിന്റെ കരയിൽ മാമരത്തിലും കിണറിനും ചെങ്കവലിക്കമാവും കിണറിനും ഇടയിൽ അടക്കണം എന്റെ ആഗ്രഹമാണെന്ന് ഞാൻ കണ്ണുകളഞ്ഞു. എന്റെ ഭാര്യ ഇരുന്ന് പാവിട്ട് കരയാണ്. ദൈവമേ, പാണ്ഡ്യയുടെ പ്രദേശത്ത്, തമിഴ്നാടിന്റെ പ്രദേശത്ത് കോട്ടരത്തിൽ പോയി രോഗിയായി മരണത്തിലേക്ക് കടന്നു വന്നു. മരിക്കാൻ അനുവദിക്കരുത്, ആയുഷ ദീർഘിച്ചു കൊടുക്കണമേ, മനസാല പ്രാർത്ഥിക്കുക. ആത്മാവിൽ തന്നെ അവൾ പ്രവചിക്കാൻ തുടങ്ങി. ദൈവദാസനെ, നീ ചിന്തിക്കുന്നു ഇതൊന്നും നിന്റെ അവസാനമാണ്. നിന്റെ അവസാനമല്ല, ഇനിയാണ് നിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുന്നത്. അനേക ജാതിക്കാരുടെ ഇടയിൽ, അനേക ഭാഷക്കാരുടെ ഇടയിൽ ഞാൻ നിന്നെ അയക്കും. നിന്നെ കൊണ്ടൊരു വലിയ ഒരു വേല ഞാൻ ചെയ്യും. ഇതെല്ലാം പറയുമ്പോൾ എന്റെ കാതിൽ ആ ശബ്ദം കേൾക്കാം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഒരു അമാനുഷ്യ വിശ്വാസം എന്റെ അകത്തുണ്ടായി. മരണത്തോട് പോരാടിക്കൊണ്ട് ഞാൻ പതുക്കെ കണ്ണു തുറന്നു. ഞാൻ ചോദിച്ചു, പറഞ്ഞു, ഞാൻ തറയിൽ വെറും പായിട്ട് കിടക്കുകയാണ്. ആ പായിൽ എന്നെ പുറകിലോട്ട് നീക്കി ചുവരോട് ചേർത്ത് വെച്ച് ഒരു പില്ലോ എന്റെ പുറകിലിട്ട് എന്നെ നീരിപ്പിക്കുക. അവളതുപോലെ ചെയ്യും. ഞാൻ അവളോട് ചോദിച്ചു, കഴിക്കാൻ ആഹാരം വല്ലതുമുണ്ട്? ഇതുപോലെ കിടക്കുന്ന ആളുകൾ സാധാരണ കഴിക്കാനുള്ളത് പൊടിയരി കഞ്ഞിയാണ്. കാരണം ഇത് കഴിച്ചിട്ട് 40 ദിവസത്തിൽ കഴിഞ്ഞു. ഉടലെല്ലാം പസിൽസായി. അത് എന്ത് കഴിച്ചാലും ഇത് കുടലിന് പിടിക്കും. ടൈഫോയിഡ് രോഗമാണ്. അവൾ നിങ്ങൾക്കുള്ള ആഹാരം ഒന്നുമില്ല, ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കുള്ള എന്താഹാരമുണ്ട്? കപ്പയുണ്ട്, കുറച്ച് ബീഫ് കറിയുണ്ട്. ഞാൻ പറഞ്ഞു, ആ കപ്പ എന്ന് കേട്ടപ്പോഴേ പായല്ലെങ്കിൽ വെള്ളം ഊറുകയാണ്. കാരണം കഴിച്ചിട്ട് എത്ര ദിവസമായി. ഞാൻ പറഞ്ഞു, ഒരു പ്ലേറ്റ് കപ്പ കൊണ്ടുപോവാ. ഒരു പ്ലേറ്റ് ബീഫ് കൊണ്ടുവന്നു. അവളല്ലേ പ്രവചിച്ചത്. അവള് പോയി ഒരു പ്ലേറ്റ് കപ്പയും 1 പ്ലേറ്റ് ബീഫും കൊണ്ടുപോകും. എണീറ്റിരുന്ന് ഞാൻ ഒരു തുണ്ട് വിടാതെ കപ്പയും കഴിച്ച് ബീഫും കഴിച്ചു. ഇത് വയറ്റിനകത്തോട്ട് പോയത് ടൈഫോയിഡ് വിചാരിച്ചു, ഇനിയിരുന്നാൽ പരിപ്പ് വേഗില്ല, പോകാം. അന്ന് പോയ ടൈഫോയിഡ് ഇന്ന് വരെ വന്നു. അതിനുശേഷം എന്റെ ആരോഗ്യത്തെ
ദൈവം പുതുപ്പിച്ചു. ദൈവം പറഞ്ഞതുപോലെ അനേക രാജ്യങ്ങളിൽ അനേക ഭാഷക്കാരുടെ ഇടയിലും ദൈവം അയക്കുവാൻ ദൈവത്തിന് പ്രസാദം. ഞങ്ങൾ ഈ കടപ്പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ക്ലേശകരമായ വർക്കുകളാണ് വർക്ക്. ആ കാലഘട്ടങ്ങൾ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം കിടക്കാനായിട്ട് മെത്തയും തലയിടെല്ലാം കൊണ്ടുകൊടുക്കും. അന്നൊന്നും വീട്ടിൽ വരില്ല. പ്രവർത്തിച്ച് ഏതാണ്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത്. രാത്രി കിടക്കുന്നത് ഇവിടെ കടപ്പുറത്ത് പ്രവർത്തിച്ചതിന് ശേഷം അവിടെ എവിടെയും കൈകൊണ്ട് മണലിനെ നിരപ്പാക്കി നമ്മുടെ ആവശ്യത്തിനുള്ള തലയണ മണൽ കൂമ്പാരം കൂട്ടും. ഒരു തലയണയ്ക്ക് ഒരു കൂമ്പാരം, 2 തലയണയ്ക്ക് 2 കൂമ്പാരം. ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ കിടക്കും. ആമേൻ. പണിയില്ലാത്തവർ ഉറക്കാൻ വരില്ല. പകലമൊത്തം പണിയല്ലേ, പെട്ടെന്ന് ഉറക്കം. അവിടെ ചിലപ്പോൾ എല്ലാം ചായക്കടയിൽ പോയിരിക്കുമ്പോൾ കറുത്ത ഉണ്ടകൾ കാണും. കറുത്ത ഉണ്ടകൾ. ഞങ്ങൾ ചോദിച്ചത് എന്താണ്? അവർ പറയും ഇത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി എന്ത് കറുത്തിരിക്കുന്നു? കൈ കൊണ്ട് ഒരു വീശിയാ മതി, എല്ലാ ഈച്ചയും പറന്നു പോകുമ്പോൾ വെള്ള ഇഡ്ഡലിയായി മാറി. ഇത് എന്നത്തെ ഇഡ്ഡലിയാണെന്ന് ആർക്കറിയാം? ഇത് കഴിച്ചാൽ ലൂസ് മോഷൻ അതായിരിക്കും. അതുകൊണ്ട് പോകുന്നിടത്തെല്ലാം കർപ്പിച്ചും കൂടെ കൊണ്ടുപോകണം. ഇല്ല, മിഷൻ വേല എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം നമ്മൾ തയ്യാറാകണം. ഇതൊരു എക്സ്കർഷൻ അല്ല, ടൂറിസ്റ്റ് നടത്തുകയല്ല. ജീവനെ കളഞ്ഞ് അവർക്ക് ജീവൻ ഉണ്ടാകാൻ നമ്മുടെ ജീവനെ കൊടുക്കുന്ന പരിപാടിയാണ്. ആമേൻ. ഇങ്ങനെ നിങ്ങൾ കടപ്പുറത്തോട് നടന്നു പോകുമ്പോൾ ചില സമയത്ത് നൂറ്റ കത്തിയുമായി നിൽക്കും മുക്കുവന്. മറിയെ കുറിച്ച് പ്രസംഗിക്കാൻ പറയും. യേശു അയച്ചത് മറിയെ കുറിച്ച് പ്രസംഗിക്കാനല്ല, രക്ഷദൂതനാണ്. അവരടിക്കുമെന്നറിയാം. അഥവാ കുത്തിയാൽ ഇത് അവസാനത്തെ പ്രസംഗമാണ്. ചാകാൻ റെഡിയായിട്ടാണ് പ്രസംഗിക്കുന്നത്. ആരെങ്കിലും വന്ന് അവനെ പിടിച്ചു മാറ്റി അവൻ കൊണ്ടുപോകും. നിൽക്കുന്ന ചില ആൾക്കാർ പറയും, എങ്ങൾക്ക് കേൾക്കണ വയ്യ, നിങ്ങൾ ചൊല്ലുക അവർക്ക്. ചിലപ്പോൾ ഇവർ അടിക്കുന്ന അടിയിൽ ഏറ്റവും ചൂട് കടപ്പുറത്ത് കരവല വലിക്കുന്ന ആളുകളുടെ അടിയും പനകേറികളുടെ അടികളും. ഇന്ന് പല ആളുകളും പല സെമിനാറിന് അറ്റൻഡ് ചെയ്ത് അവിടുത്തെ ഷാപ്പാടിന്റെ പ്രഥമന്റെ രുചിയല്ല. ഞങ്ങളെ പോലെടുത്ത് പല അടികൾ കൊണ്ട് അടിയുടെ ചൂട് ഞങ്ങൾക്ക്. ഇവരടിക്കുന്ന അടി കണ്ണിൽ കൂടെ തീപ്പൊരി പറക്കും. ഒരടി അടിച്ചു വിടുന്നില്ല, അടിക്കുമേലെ അടി അടിക്കും. ഇവിടെ എല്ലാം നീല നിറത്തിൽ വരും. കണ്ണ് അങ്ങ് വീങ്ങി തുറക്കാനൊക്കെ വീങ്ങി. ആമേൻ. ഒരു ഭാഗം താന്നിരിക്കും, ഒരു ഭാഗം പൊങ്ങിയിരിക്കും. പിന്നെ മുഖം നേരെയാകുന്ന അടുത്തൊരു ഗ്രാമത്തിൽ പോകുമ്പോൾ ആരെങ്കിലും ദൈവം തോന്നി ഈ ഭാഗത്ത് അടിച്ചാലാണ് മുഖം നേരെയാകുന്നത്. ഇന്നും ഷേവ് ചെയ്യുമ്പോൾ പലപ്പോഴും എന്റെ ബോഡി ശരീരത്തിലെല്ലാം മുറിയും. കാരണം ഷേപ്പ് ശരിയല്ലാത്തോ. സൂക്ഷിച്ചു നോക്കി ഇപ്പോഴും അറിയാം എന്റെ ഈ ഭാഗത്തെ കൗളുകൾ ഇതിനേക്കാൾ ഇപ്പോഴും വീക്കും. അടികൊണ്ട് എന്തെന്റെ ഭാര്യ മനസ്സിലാക്കിയാൽ അവൾ പറയും, നാളത്തെ ഔട്ട്റേറ്റിന് ഞാനും വരികയാണ്. എന്ത് വന്നാലും ശരി അവൾ കൂടെ വരും. ഞങ്ങൾ ഒരു ഭാഗത്ത് കിടക്കും, അവളും അതേ കിടപ്പുറം. അവൾക്ക് വേണ്ടി തലയണ മണലുകൊണ്ട് ഉണ്ടാക്കി അവിടെ കിടന്ന് ബെഡ്ഷീറ്റ് മുഖത്തോട് മൂടിക്കൊണ്ട് കിടക്കും. ഒരു സ്ത്രീ കിടക്കുന്നു എന്ന് അറിയാതിരിക്കാൻ. അങ്ങനെ ഒരു സ്ത്രീ കിടക്കുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കാം അവിടെ ലാസ്റ്റ് നൈറ്റ്. എന്റെ ദൈവം ഞങ്ങളെ കാത്തു. ഈ നാളുകളിൽ ഒരിക്കൽ ദൈവനോട് പറഞ്ഞു, പൗലോസ്, ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെടും എന്നോട് ദിവസവും ഡേറ്റും എന്നോട് അറിയിച്ചു. അതേ ഡേറ്റിൽ കർത്താവ്, ഞാൻ ഓർത്ത് കർത്താവിനെ നിത്യതയിലേക്ക് കാണാനോ എന്റെ അടുക്കലേക്ക് മന്നം കടന്നു, പുഞ്ചിരിയോടെ കടന്നു. അവന്റെ മുഖം, അവന്റെ ശോഭം, അവന്റെ തലമുടി, അവന്റെ വെള്ള നിലയങ്കി, അവന്റെ കണ്ണുകൾ, അഗ്നി ജ്വലിക്കൊത്ത കണ്ണുകൾ.
എല്ലാം അവന്റെ കണ്ണുകൾക്ക് കാണും. അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാറുണ്ട്. എന്റെ അടുക്കൽ വന്ന കർത്താവ് എന്റെ തോളിൽ തൊട്ടു, എന്റെ അടുക്കൽ നിന്നു. അവന്റെ മുഖത്തു നിന്നൊരു പ്രകാശം എന്റെ ഓൾ ബീയിങ് അടിച്ചു. അനേക സംശയം എനിക്കുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഉടനെ യേശു എനിക്ക് മറുപടി തന്നു. വന്നതുപോലെ തന്നെ കർത്താവ് വീണ്ടും മടങ്ങിപ്പോയി. അതുവരെ കർത്താവിന്റെ വേല എന്നുള്ളതിനേക്കാൾ ഇപ്പോൾ കർത്താവ് എനിക്ക് മുഖ്യമായി മാറി. അവനിൽ വസിക്കുക, അവനിൽ രമിക്കുക, അവനോട് ചേർന്നിരിക്കുക, അവന് പ്രസാദമുള്ളത് ചെയ്യുക. കേരളത്തിൽ ദൈവം പറഞ്ഞു, നീ ഒരു ദൈവം എന്നോട് പറഞ്ഞു, വലിയൊരു ഉണർവ് ഞാൻ ഭാരതത്തിൽ വരുത്താൻ പോകും. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇത് കർത്താവ് പറഞ്ഞതുകൊണ്ട് ബാക്കി എല്ലാ വർക്കുകളും നിർത്തി പ്രാർത്ഥന ആരംഭിച്ചു. പകലൊന്നോ രാത്രിയൊന്നും ഇല്ലാതെ ലോകത്തിലെ യാതൊരു സുഖമായി എനിക്ക് തോന്നി. അവന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് മാത്രം എനിക്ക് മധുരമായി തോന്നി. ഈ നാളുകളിലാണ് OP ത്യാഗി എന്ന് പേരുള്ള ഒരു MP 1978 ഇന്ത്യയിൽ മൊത്തം ആന്റി കൺവേർഷൻ ബില്ല് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ആ ബില്ല് പാസ്സായാൽ ഇന്നത്തെ പോലെ സുവിശേഷം പ്രചരിപ്പിക്കാനോ ക്രൂസേഡുകൾ നടത്താനോ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാനോ വിദേശ പണം സ്വീകരിക്കാനോ ഒന്നിനും സാധ്യമല്ലാത്ത നിലയിൽ ഒരു വലിയ മാറ്റത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ബില്ല് പാസ്സാകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ളവരും വിദേശീയമായ ആളുകൾ ധാരാളം പേര് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ഒരു കുറിപ്പിട്ട ഡേറ്റിൽ കേരളത്തിൽ വടക്ക് കാസർഗോഡിൽ നിന്നും തെക്ക് പാറശാല വരെ ഉണ്ടായിരുന്ന അനേക മക്കൾ ജാഥയായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്ത് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്. ഇതൊരു നല്ല കാര്യം, എനിക്ക് പോകാൻ വലിയ ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അനുവദിച്ചു. വീട്ടിന്റെ സൈഡിലുള്ള മുറിയിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായി. ഈ സമരമെല്ലാം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചു. ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഈ OP ത്യാഗിയുടെ ബില്ലിന് എതിരായി പ്രാർത്ഥിക്കാനായി കടന്നു പോകും. 1,00,000 പേർ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരാളാണെങ്കിൽ നോ പ്രോബ്ലം. ഏതെങ്കിലും പാർട്ടിക്കാരൊന്ന് ഇടപെട്ട് നമ്മെ രക്ഷിക്കും. ഒറ്റയ്ക്ക് പോയാൽ അവന്റെ രോമവും തോലും എല്ലും കാട്ടത്തില്ല. എനിക്കറിയാം. ദൈവ പ്രേരണ തന്നതോടുകൂടെ ഒരു വലിയ ബോർഡ് എഴുതിപ്പിച്ചു. OP ത്യാഗിയുടെ ബിൽ പിൻവലിക്കുക. ചെറിയ ചെറിയ ബോർഡുകൾ. മറ്റൊരുത്തരിലും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറെ നാമമില്ല. ഒരിക്കൽ ഭരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കും. അന്ന് എനിക്ക് 3 മക്കളാണ്. മൂത്തവന് ഒരു 6 വയസ്സ് വരും, രണ്ടാമത്തവന് 4 വയസ്സ് വരും, മൂന്നാമത്തെ കുട്ടിക്ക് 1 വയസ്സ്. രാത്രി മക്കൾ കിടക്കുന്ന ബെഡിലേക്ക് ഞാൻ പോയി. അവര് തലയണയിൽ തലവെച്ച് ചാഞ്ഞു കിടക്കുകയായി. അവരുടെ മുഖത്ത് ഞാൻ മാറി മാറി മാറി, മക്കളെ ഇനി നിങ്ങളെ ഈ ഭൂമിയിൽ കണ്ടെന്ന് വരാം. കണ്ടില്ല. അവരെ തൂക്കി ഓരോ ഉമ്മ കൊടുത്തിട്ട് പോയാൽ കൊള്ളാമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഉമ്മം കൊടുത്താൽ പിള്ളേർ രാത്രി എണീറ്റാൽ ഈ തള്ള എങ്ങനെ 3 പേരെ അമർത്തും? അത് വേറൊരു പ്രോബ്ലമായിട്ട് മാറും. എന്റെ കണ്ണുകുള്ളിലെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു നാളും അനാഥരായിട്ടില്ല. എന്റെ ദൈവം നോക്കും. ഞാൻ റൂമിട്ട് പുറത്തേക്ക് ഭാര്യയോട് പറഞ്ഞു, ഡി നമുക്ക് ജീവിക്കാൻ എല്ലാ സൗഭാഗ്യം ദൈവം നൽകിയിട്ടു. നമുക്ക് വേണ്ടിയല്ല, ഭാരതത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകും. അവൾ പറഞ്ഞ മറുപടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ പോകും, നമുക്ക് അവിടെ വെച്ച് കാണാം.
25 ലക്ഷം രൂപയെയും ഒരു ഭൂതത്തെയും കൊണ്ടുവരുന്നതിനേക്കാൾ പരിശുദ്ധാത്മ നിറവുള്ള ഒരു ഭാര്യ ലഭിക്കുന്നത് ഏറ്റവും ഭാഗ്യം, ഏറ്റവും അനുഗ്രഹം. അതുപോലെ തന്നെ ഭർത്താവിന് ലഭിക്കും. റോബി എന്ന് പേരുള്ള ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തെ കൂട്ടി ഒരു ടെന്റ് കെട്ടാനുള്ള, ഒരു കൂടാരം കെട്ടാനുള്ള മുളക്കഴകൾ, കമ്പുകൾ, തടികൾ, കയറുകൾ എല്ലാം ചുറ്റിക്കെട്ടി ട്രാൻസ്പോർട്ട് ബസിന്റെ മുകളിലിട്ടു. നേരെ യാത്ര ആരംഭിച്ചു. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഇറക്കി. തമ്പാനൂരിൽ നിന്ന് ആട്ടോ പിടിച്ചു. സാധനങ്ങൾ നേരെ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. സെക്രട്ടേറിയറ്റിൽ 2 വാതിലും, ഒന്ന് തെക്ക് പടിഞ്ഞാറ് വാതിലും മറ്റൊന്ന് വടക്ക് പടിഞ്ഞാറ് വാതിൽ. വടക്ക് പടിഞ്ഞാറ് വാതിലിനടുത്താണ് പോലീസ് സ്റ്റേഷനുള്ളത്. അവിടെ തന്നെ ഞങ്ങൾ ഷെഡ് കെട്ടി. അപ്പൊ അറസ്റ്റ് ചെയ്താൽ കുറച്ച് നടന്നാൽ മതി, കുറച്ച് നടന്നാൽ. ബാനറെല്ലാം വലിച്ചു കെട്ടി. ഷെഡ് രാത്രി കെട്ടി. രാവിലെ പ്രാർത്ഥന ആരംഭിച്ചു. ഒരു 7-7:30 മണിയായപ്പോഴും 2 പോലീസ് എന്ന് പറഞ്ഞു, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. ഞങ്ങൾ ചിരിച്ചോണ്ട് പറഞ്ഞു, നോ പ്രോബ്ലം സാർ. ഞാൻ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറസ്റ്റ് ചെയ്തില്ല. ഇവരങ്ങ് പോയി. ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ കൂടുകയാണ്. എന്നെ അറിയാവുന്ന ഒരു ലേഡി സെക്രട്ടറി, അവരുടെ പേര് കല്യാണി അമ്മ, 2 പെൺകുട്ടികളുടെ അമ്മ, ഒരു വിധവ. എന്നെ അറിയാം. എനിക്കത് ആ സ്ത്രീ അറിയാം. സെക്രട്ടേറിയറ്റ് സെക്രട്ടറിയാണ്. ഞാനിതുപോലെ സുവിശേഷത്തിന് വേണ്ടി സമരം ഇരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞതും അവൾ ലീവ് എഴുതി കൊടുത്ത് അതേ ഷെഡിൽ വന്ന് മുട്ടുകുത്തി, പൗലോസ് ബ്രദർ ഈ ബില്ല് പാസ്സാക്കി പ്രാർത്ഥിച്ചു. മറ്റനേക പിയൂൺമാർ അകത്ത് വന്നു. പൊന്നയ്യൻ, ദമരീസ്, പല ആൾക്കാരകത്ത് വന്ന് പ്രാർത്ഥനയ്ക്ക് ചൂട് പിടിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നുകൊണ്ടിരുന്ന ആളുകളുടെ കയ്യിൽ ചെറിയ ലഘുലേഖകൾ ഇരിക്കുന്നത് കണ്ടു, ട്രാക്റ്റുകൾ. ഞാൻ ചോദിച്ചത് എന്താണ്? ഒന്ന് എന്നെ തന്നിട്ട് ഒരു വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കാണാൻ 2 സൈഡ് സുവിശേഷ ട്രാക്റ്റ് ആണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? മറുഗേറ്റിൽ ഒരാളൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. പിന്നെ മനസ്സിൽ തോന്നി, ഈ സമയം ഒരു ക്രിക്കറ്റ് സമയമാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ടൈമാണ്, എന്തും നടക്കാം. അപ്പൊ ആരായിരിക്കും ഇത്രയും ധൈര്യമായിട്ട് വന്ന് ഇങ്ങനെ കൈപ്പരുത് കൊടുക്കാൻ? അത് നല്ല ചങ്കുറപ്പുള്ള വ്യക്തിയായിരിക്കണം, ഇരട്ടക്കരള് കാണണം. ചിന്തിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, ഇപ്പൊ ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ കണ്ടുവന്ന് നന്ദി പറയാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഇങ്ങനെ പോയപ്പോൾ ഒരു സ്ത്രീയാണ് നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 തൊഴിൽ സഞ്ചി കിടപ്പുണ്ട്. കെട്ടുകഥകളല്ല. ഞാൻ ആ സ്ത്രീയുടെ മുഖത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ ചുറ്റിപ്പോയപ്പോ മുഖത്തെ കണ്ടു. ഈ സ്ത്രീ എനിക്ക് നേരത്തെ അറിയാം. ഈ സ്ത്രീ എന്റെ ഭാര്യ. ഞാൻ ചോദിച്ചു, അടുത്ത് പോയി, എന്തായിട്ട് നീ ഈ കാട്ടി കൂട്ടുന്നു? അവൾ പറഞ്ഞു, ഇതാണ് ഇന്നലെ പറഞ്ഞ് നമുക്ക് അവിടെ വെച്ച് കാണാം. ഓ, ഞാൻ വിചാരിച്ചു നമുക്ക് അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചല്ല, നിങ്ങൾ ഇന്ന് പോകുമ്പോൾ ഞാൻ നാളെ രാവിലെ വരുന്നു. നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന അതേ ജീപ്പ് വരട്ടെ, എന്നെയും അറസ്റ്റ് ചെയ്യട്ടെ. യേശുവിനോട് നമുക്ക് ഒരുമിച്ച് ജയിലിൽ പോകാം. നമ്മുടെ കൊച്ചു മക്കളെ ദൈവം നോക്കി. ഞാൻ പറഞ്ഞു, താങ്ക് യു. എത്ര ദൈവമല്ലെന്ന് പറയാൻ കാജാബീഡിയും പച്ചവെള്ളവും കുടിച്ച് പന്തവും കൊളുത്തി പ്രകടനത്തിന് പോകാനുണ്ടെങ്കിൽ ജീവനുള്ള ഒരു ദൈവമുണ്ട്. അവനാണ് ലോകരക്ഷിതാവാണെന്ന് പറയുവാൻ ധൈര്യത്തോടെ തെരുക്കളിൽ ഇറങ്ങാം. ഞാൻ പറഞ്ഞു, വീട്ടിൽ പോവാ എന്ന് പറഞ്ഞു. അവൾ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ വീണ്ടും പ്രയർ ആരംഭിക്കുക. പറഞ്ഞു, പൗലോസ്, നീ മാത്രമല്ല, നിന്നെപ്പോലെ അനേക ആളുകൾ ഈ പോർക്കളത്തിൽ, ഈ യുദ്ധക്കളത്തിൽ മുൻപന്തിയിൽ നിന്ന് പോരാടുവാൻ സന്നദ്ധരാണ്. ഇത് എന്റെ വിഷയത്തിൽ ഞാൻ ഇടപെടാം. ഈ വീട്ടിലേക്ക് പൊക്കും. ഞങ്ങളെല്ലാം പേക്ക് വീട്ടിലേക്ക് വന്നു. പിറ്റേന്ന് റേഡിയോ വാർത്ത ഉണ്ടായിരുന്നു, OP ത്യാഗിയുടെ ബിൽ പിൻവലിച്ചു. അതിന് 1978 ശേഷം ഇന്ത്യയിൽ വിശാലമായ വാതിലുകൾ എന്റെ ദൈവം തുറന്നു. അന്നിരുന്ന മൊറാർജി ദേശായിയുടെ ആഴ്ചയെ, ആ ഭരണത്തെ വരെ തകടം മറിച്ചു. താമസിച്ചാൽ ഇതിനേക്കാൾ 100 മടങ്ങ് വളരും. ഇതിനെ തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ല. ഇതിനോടൊരു വില കെട്ടിവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി ഒരുപാട് പറയാനുണ്ട്. ഈ കേട്ടത് അധികം കേട്ടാൽ നിങ്ങൾക്ക് അധികം ശിക്ഷാവിധി വരും. ഇവിടെ നടത്താം. ഈ കേട്ടതിൽ യേശുവിന് വേണ്ടി ഇറങ്ങുവാൻ,
കഷ്ടമനുഭവിപ്പാൻ പാടുസഹിപ്പാൻ തയ്യാറാണ്. ഒരു വേദഭാഗം വായിച്ച് നിർത്താം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 15-16 വായിക്കും. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. ശൗലിനെ കർത്താവ് വേലയ്ക്ക് വിളിച്ചപ്പോൾ അനന്യാസിനോട് പറയുകയാണ്, ഇവൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം, എന്റെ നാമം ജാതികൾക്കും യഹൂദന്മാർക്കും രാജാക്കന്മാർക്കും മുൻപേ വഹിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. എന്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവനെ കാണിക്കും. വിളിച്ച വിളിയോട് ചേർത്ത് ഈ കഷ്ടങ്ങൾ അനുഭവിപ്പാൻ നമ്മൾ വിളിച്ചിരിക്കുക. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 34-ാം വചനമായി 34-35. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെ നിമിത്തം ജീവനെ കളഞ്ഞാൽ നിത്യജീവനെ രക്ഷിക്കും. മർക്കോസ് 8-ാം അധ്യായം 38 വായിക്കാം. വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. ഇവിടെ ആരെങ്കിലും യേശുവിനെ പറ്റി പറയുവാൻ നാണിച്ചാൽ യേശു നമ്മെ കുറിച്ച് പറയുന്നതാണ്. മത്തായി 10:32-33 വായി. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെയോ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഈ കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. വിൽസൺ പാസ്റ്ററെ ലാസ്റ്റിൽ പ്രാർത്ഥിച്ച് അല്പം വൈൻഡപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. വളരെ വ്യക്തതയോടെ സംസാരിക്കുവാനായിട്ടിടയായി. വെറും വാക്കുകളാലല്ല, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയ നാൾ മുതൽ ഉള്ള ചില അനുഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ നീ പറയുവാനായിട്ടുണ്ട്. ചില അനുഭവങ്ങൾ മനുഷ്യരുടെ മുൻപാകെ യേശുവിനെ ഉയർത്തുവാൻ, യേശുവിനെ ഉയർത്തുവാൻ, യേശുവിനെ ഉയർത്തുവാൻ എത്ര പേരാണ് ഇന്ന് പകൽ സന്നദ്ധരായിരിക്കുന്നത്. കർത്താവേ, ഒരു ചെറിയ ആയുഷ്കാലം അതങ്ങയ്ക്കായിട്ട് അവിടെ നാമത്തിന് മഹിമയ്ക്കായി, അവിടെ നാമത്തിന് മഹിമയ്ക്കായി വേദനിപ്പാൻ, അടിയനിതാ എന്ന് പറയുവാൻ എത്ര പേരുണ്ട്. അനന്യാസിനോട് നീ പോക, അവന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപായി വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം. അവന്റെ നാമത്തിൽ എത്രയധികം കഷ്ടത അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രിയരെ, ഈ തെരഞ്ഞെടുപ്പിനോടൊപ്പമുള്ള ഒന്നാണ് കഷ്ടത അനുഭവിക്കുക. കഷ്ടത അനുഭവിക്കുക. മരണത്തെ മുൻപിൽ കാണുമ്പോഴും അടിപതറാതെ
യേശുവിന് വേണ്ടി നിൽക്കുവാൻ ഒരുക്കപ്പെടുക എന്നുള്ളത്. ഈ രാത്രിയിൽ അപ്പ അടിയനിതാ എന്ന് പറയുവാൻ, അടിയനിതാ എന്ന് പറയുവാൻ ഒരുക്കമുള്ളവർ, ഏത് ശോധനയുടെ നടുവിൽ, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ, ഏത് കഷ്ടതയുടെ നടുവിൽ അടിയനിതാപ്പ. ഇനി സുവിശേഷം കേൾക്കപ്പെടാത്ത ഗ്രാമാന്തരങ്ങളിലേക്ക് പുറപ്പെടുവാൻ അടിയനിതാ. ഇനി യേശു എന്ന് വാക്ക് കേൾക്കാത്ത ഗ്രാമങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അടിയനിതാ എന്ന് വളരെ വാസ്തവമായി പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ അക്കരം ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. യേശുവേ, അങ്ങേ കേൾക്കാത്ത ചിലരുടെ അരികിലേക്ക് ജീവനെങ്കിൽ ജീവൻ വയ്ക്കുവാൻ ഒരുക്കത്തോടെ അടിയൻ തയ്യാറായിരിക്കുന്നു എന്ന് തീരുമാനത്തോടെ പ്രാർത്ഥിക്കുവാൻ എത്ര പേരുണ്ട്? ഒരു വ്യക്തിയെങ്കിലും ഇനിയും കേൾക്കാത്ത ഒരു വ്യക്തിയെങ്കിലും എനിക്ക് കണ്ടെത്തിയേ മതിയാകത്തുള്ളൂ. എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവിനെ അവരരികിലേക്ക് പകർന്നേ മതിയാകത്തുള്ളൂ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാൻ എത്ര പേരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിന്റെ വേല എന്റെ ആഹാരം, നിന്റെ സേവ എന്റെ ജീവിതം, നിന്റെ പാത എന്റെ അനുകരണം, നിന്റെ വചനം എന്റെ പ്രത്യാശ, നിന്റെ വേല എന്റെ ആഹാരം, നിന്റെ സേവ എന്റെ ജീവിതം, നിന്റെ പാത എന്റെ അനുകരണം, നിന്റെ വചനം എന്റെ പ്രത്യാശ. പഴിദുഷികൾ ചൊല്ലിക്കേൾക്കുമ്പോൾ പാദമിടറും എന്നു തോന്നുമ്പോൾ, പാതയാകെ ഇരുളാകുമ്പോൾ പാരിൽ നിൻ വചനം എന്റെ ആശ്വാസം. കണ്ണിൻ മണി പോ എന്നെ സൂക്ഷിക്കും, കരളാലിഞ്ഞു കരം നൽകിയിടും, കഷ്ടകാലം ഇഷ്ടമാക്കിയിടും, ക്രൂശു ചുമപ്പാ കൃപയേകിടും. നിന്റെ വേല എന്റെ ആഹാരം, നിന്റെ സേവ എന്റെ ജീവിതം, നിന്റെ പാത എന്റെ അനുകരണം, നിന്റെ വചനം എന്റെ പ്രത്യാശ. നിന്റെ വേല എന്റെ ആഹാരം, നിന്റെ സേവ എന്റെ ജീവിതം, നിന്റെ പാത എന്റെ അനുകരണം, നിന്റെ വചനം എന്റെ പ്രത്യാശ.